നമസ്കാരം. പ്രധാന വാർത്തകൾ. വീണ്ടും വിമാന ദുരന്തം. ദക്ഷിണ കൊറിയയിൽ ലാൻഡിംഗിനിടെ വിമാനം റൺവേയിൽ നിന്ന് തെറിച്ച് മതിലിലിടിച്ചു. ദുരന്തം വുഹാൻ വിമാനത്താവളത്തിൽ. വയനാട്ടിലെ കോൺഗ്രസ് നേതാവിന്റെയും മകന്റെയും ആത്മഹത്യയിൽ വിവാദം ശക്തമാകുന്നു. IC ബാലകൃഷ്ണൻ MLA രാജിവെക്കണമെന്ന ആവശ്യം. മരിച്ച NM വിജയൻ KPCCക്ക് നൽകിയ കത്ത് പുറത്ത്. ജോലി വാഗ്ദാനം ചെയ്ത് പിരിച്ച പണം IC ബാലകൃഷ്ണനെ ഏൽപ്പിച്ചിരുന്നു എന്ന് കത്തിൽ. കരുവന്നൂർ ബാങ്ക് മുൻ മാനേജർ കരീമിനെതിരെ കേസെടുക്കാൻ കോടതി നിർദ്ദേശം. നടപടി വിധവയുടെ പേരിൽ 35 ലക്ഷം വ്യാജ വായ്പ എടുത്തതിന്. പത്തനംതിട്ട CPMലെ വിഭാഗീയത പരിഹരിക്കാൻ നേതൃത്വത്തിന് കഴിഞ്ഞില്ലെന്ന് വിമർശനം. ജില്ലാ സമ്മേളനം തുടരുന്നു. ഇന്നും റിപ്പോർട്ടിന്മേൽ ചർച്ച. ADM നവീൻ ബാബുവിന്റെ മരണത്തിൽ അനാവശ്യ പ്രതികരണങ്ങൾ ഉണ്ടായെന്നും സമ്മേളന പ്രതിനിധികൾ. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇന്ന് കേരളത്തിൽ നിന്ന് മടങ്ങും. ഔദ്യോഗിക യാത്രയയപ്പ് നൽകാതെ സർക്കാർ. ബീഹാർ ഗവർണറായി വ്യാഴാഴ്ച ചുമതലയേൽക്കും. പെരിയ ഇരട്ടക്കൊലക്കേസിൽ 10 പേരെ വെറുതെ വിട്ടതിനെതിരെ കുടുംബം അപ്പീലിന്. നിയമവിദഗ്ധരുമായി കൂടിയാലോചന നടത്തി. ശിക്ഷാവിധി വന്നാലുടൻ തീരുമാനം. പുതുവത്സര രാവിൽ ഫോർട്ട് കൊച്ചി പരേഡ് മൈതാനത്ത് പാപ്പാഞ്ഞിയെ കത്തിക്കില്ല. കാർണിവൽ കമ്മിറ്റി തീരുമാനം. ഔദ്യോഗിക ദുഃഖാചരണത്തിന്റെ പശ്ചാത്തലത്തിൽ വെളി ഗ്രൗണ്ടിലെ ഗാലാഡിയുടെ പാപ്പാഞ്ഞി കത്തിക്കലിന് മാറ്റമില്ല. വിദേശ ടൂർ പാക്കേജിന്റെ മറവിലും ഓൺലൈൻ തട്ടിപ്പ് വ്യാപകം. ചതിവല ഒരുക്കുന്നത് ടൂറിനായി പണം വാങ്ങിയ ശേഷം വിസ റിജക്ട് ആയെന്ന് പറഞ്ഞ് ന്യൂസ് 18നോട് ദുരനുഭവം പങ്കുവച്ച് തലസ്ഥാനത്തെ യുവ സംരംഭക. ആലപ്പുഴ വനിതാ ശിശു ആശുപത്രിയിൽ പ്രസവത്തിനിടെ മരിച്ച യുവതിയുടെ ബന്ധുക്കൾ സർക്കാരിനെതിരെ. 1 വർഷമായിട്ടും ഫോറൻസിക് പരിശോധനാ ഫലം പോലും നൽകിയില്ല. ഡോക്ടർമാരെ രക്ഷിക്കാൻ ആരോഗ്യവകുപ്പ് ബോധപൂർവം ശ്രമിക്കുന്നുവെന്നും പരാതി. ബോക്സിംഗ് ഡേ ടെസ്റ്റ് 2ാം ഇന്നിംഗ്സിൽ ഓസ്ട്രേലിയയ്ക്ക് തകർച്ച. 4 വിക്കറ്റ് വീഴ്ത്തി ബുംറ. ഓസീസിന് 105 റൺസ് 1ാം ഇന്നിംഗ്സ് ലീഡ്. വിശദമായ വാർത്തയിലേക്ക്. വയനാട് DCC ട്രഷറർ NM വിജയന്റെയും മകന്റെയും ആത്മഹത്യയിൽ വിവാദം കൊഴുക്കുന്നു. ആരോപണ വിധേയനായ സുൽത്താൻ ബത്തേരി MLA IC ബാലകൃഷ്ണൻ രാജിവെക്കണം എന്നാണ് CPMന്റെ ആവശ്യം. CPM ജില്ലാ സെക്രട്ടറി K റഫീഖ് വിളിച്ച വാർത്താ സമ്മേളനം അല്പസമയത്തിനകം നടക്കും. MS അനീഷ് കുമാർ വിവരങ്ങളുമായി ചേരുന്നു. അനീഷ, വിജയന്റെയും മകന്റെയും ആത്മഹത്യയിൽ വലിയ ദുരൂഹതയുണ്ട് എന്ന് കുടുംബവും CPM ഒക്കെ ആരോപിക്കുകയാണ്. എന്താണ് ഏറ്റവും ഒടുവിൽ ലഭ്യമാകുന്ന വിവരങ്ങൾ? അന്വേഷണം ഏത് രീതിയിൽ പുരോഗമിക്കും? അശ്വതി, വലിയ രാഷ്ട്രീയ വിവാദത്തിലേക്ക് തന്നെയാണ് വിജയന്റെ മരണം മാറിയിരിക്കുന്നത്. ചൊവ്വാഴ്ച അദ്ദേഹത്തെയും മകനെയും വിഷം കഴിച്ച നിലയിൽ കണ്ടെത്തി. പിന്നീട് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും കഴിഞ്ഞ ദിവസം മരണം സംഭവിക്കുകയായിരുന്നു. ഇന്നലെ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം വയനാട്ടിലെത്തിച്ച് മൃതദേഹങ്ങൾ സംസ്കരിക്കുകയും ചെയ്തു. ഇതിന് പിന്നാലെയാണ് വലിയ രാഷ്ട്രീയ വിവാദങ്ങൾ തന്നെ വരുന്നത്. സുൽത്താൻ ബത്തേരിയിലെ അർബൻ സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ട നിയമന വിവാദമാണ് വിജയന്റെ മരണത്തിലേക്ക് നയിക്കാനുള്ള കാരണമെന്ന ഒരു ആരോപണമാണ് CPM ഉന്നയിക്കുന്നത്. അല്പസമയത്തിനകം CPM ജില്ലാ സെക്രട്ടറി മാധ്യമങ്ങളെ കാണുന്നുമുണ്ട്. ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ട ഒരു കരാർ കത്ത് പുറത്തു വന്നിരുന്നു. ഈ ബാങ്കിൽ ജോലി നൽകാമെന്ന് കാട്ടി ഈ ഉദ്യോഗാർത്ഥികളിൽ നിന്നും പണം കൈപ്പറ്റിയിരുന്നു വിജയൻ അടക്കമുള്ള ആളുകൾ. അന്ന് ഈ അഡ്മിനിസ്ട്രേറ്റീവ് സമിതിയുടെ കൺവീനറായിരുന്നു വിജയൻ. തസ്തികകൾ നിർമ്മിക്കാം, അതിൽ പിന്നീട് പിയൂൺ തസ്തികയിലേക്കും ക്ലറിക്കൽ തസ്തികയിലുമൊക്കെ നിയമനം നൽകാം എന്ന് കാട്ടിയാണ് ഈ പണം വാങ്ങിയത്. ഈ പണം IC ബാലകൃഷ്ണൻ MLA അടക്കമുള്ളവർക്ക് അറിയാം ഈ പണപ്പിരിവിനെക്കുറിച്ചും. അത് പാർട്ടി തലത്തിലുള്ള ഒരു വാങ്ങലാണ് നടത്തിയതെന്നുമൊക്കെയാണ് ആ കരാറിൽ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ആ കരാർ ഒരു രാഷ്ട്രീയ ആയുധമായി തന്നെ മാറിയിരിക്കുന്നു. ഈ വിഷയത്തിൽ സമഗ്രമായ അന്വേഷണം ആവശ്യപ്പെട്ടാണ് ഇപ്പോൾ CPM രംഗത്തെത്തിയിരിക്കുന്നത്. പക്ഷേ IC ബാലകൃഷ്ണൻ MLA പൂർണ്ണമായും ഈ ആരോപണങ്ങൾ നിഷേധിക്കുകയാണ്. പീറ്റർ എന്ന ഒരു റിട്ടയർഡ് അധ്യാപകനും വിജയനും തമ്മിൽ ഏർപ്പെട്ടിരിക്കുന്ന കരാർ എന്ന രീതിയിലാണ് ഈ കത്ത് പുറത്തു വന്നത്. പക്ഷേ ഇത് പൂർണ്ണമായും ഒരു
വ്യാജ നിർമ്മിതിയാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. കാരണം തൻ്റെ പേര് ഉൾപ്പെടുത്തിയ ഒരു കരാർ നിർമ്മിക്കുമ്പോൾ അതിൽ താൻ കൂടി അറിയേണ്ടേ, അല്ലെങ്കിൽ തൻ്റെ നിർദ്ദേശപ്രകാരം ആയിരിക്കേണ്ട ഇങ്ങനൊരു കരാർ ഉണ്ടാക്കുന്നത്. പക്ഷേ ഇക്കാര്യത്തിൽ ഒരു തരത്തിലും തനിക്ക് അറിവില്ല. നേരത്തെയും ഇതുപോലെ ഈ കരാറുമായി ബന്ധപ്പെട്ട വിവരങ്ങളും കത്തുകളുമൊക്കെ വിവാദമായതാണ്. അന്ന് ഈ KPCC ഇക്കാര്യത്തിൽ വളരെ വിശദമായ അന്വേഷണം നടത്തുകയും ഇത് വ്യാജ രേഖയാണ് എന്ന് കണ്ടെത്തുകയും ചെയ്തു എന്നാണ് അദ്ദേഹം പറയുകയും ചെയ്യുന്നത്. ഇക്കാര്യത്തിൽ വിശദമായ അന്വേഷണം ആവശ്യപ്പെട്ട് ജില്ലാ പോലീസ് മേധാവിക്ക് അദ്ദേഹം കത്ത് നൽകും എന്നും അറിയിച്ചിരുന്നു. പക്ഷേ അവിടെയൊന്നും ഈ വിവാദം അവസാനിക്കില്ല എന്ന് തന്നെയാണ് നമുക്കിപ്പോഴും പറയാൻ കഴിയുന്നത്. കാരണം 20 ലക്ഷവും 30 ലക്ഷവും ഒക്കെ നൽകിയ പല ആളുകളുമുണ്ട് എന്നാണ് നേരത്തെ തന്നെ വിവരങ്ങൾ പുറത്തു വന്നത്. പക്ഷേ അവരാരും ഇക്കാര്യങ്ങൾ പരസ്യമായി പുറത്തു പറയുന്നതിനോ പരാതി നൽകുന്നതിനോ ഈ ഘട്ടത്തിൽ തയ്യാറാവുന്നില്ല എന്നാണ് ശ്രദ്ധേയം. കാരണം പണം നഷ്ടപ്പെട്ടിരിക്കുന്ന ആളുകളാണ്. അവർക്ക് ഈ പ്രശ്നം പരിഹരിക്കപ്പെട്ട് പണം മടക്കി ലഭിക്കുക എന്നത് തന്നെയാണ് പ്രാമുഖ്യം കൊടുക്കുന്ന കാര്യം എന്നും പറയുന്നു. പല ആളുകളും ഈ വിജയനോട് പണം മടക്കി ആവശ്യപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടായി. അദ്ദേഹം പലർക്കും കുറച്ചൊക്കെ പണം നൽകുകയും ചെയ്തു. പക്ഷേ കൂടുതൽ ആളുകൾ പണം ചോദിച്ചു ഓരോ ദിവസവും വീട്ടിലെത്തി അദ്ദേഹത്തെ ബുദ്ധിമുട്ടിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങി. പാർട്ടിക്കുള്ളിൽ തന്നെ പലവട്ടം ഈ വിഷയം അവതരിപ്പിച്ചു. പലരിൽ നിന്നും സാമ്പത്തിക സഹായം തേടി. ഏറ്റവും ഒടുവിൽ വീട് വിറ്റെങ്കിലും ഈ പണം നൽകാനുള്ള ഒരു നീക്കത്തിലേക്ക് വിജയൻ കടക്കുകയും ചെയ്തു. പക്ഷേ ഇതൊന്നും ഫലപ്രാപ്തിയിലെത്താത്ത സാഹചര്യത്തിലാണ് മകനുമായി ജീവൻ ഒടുക്കാനുള്ള തീരുമാനത്തിലേക്ക് അദ്ദേഹം എത്തുകയും ചെയ്തത്. എന്തായാലും വലിയ ചർച്ചയായി തന്നെ, വലിയ രാഷ്ട്രീയ വിവാദമായി തന്നെ ഈ വിഷയം മാറുന്നു. CPM രാഷ്ട്രീയമായി വിഷയം ഏറ്റെടുക്കാനൊരുങ്ങുന്നു. പോലീസ് ഈ അസ്വാഭാവിക മരണത്തിലാണ് നിലവിൽ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത്. അതിലെ അന്വേഷണം ഈ ബാങ്ക് നിയമനവുമായി ബന്ധപ്പെട്ട ക്രമക്കേടുകളിലേക്കും തിരിയും എന്നാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാവുന്നത്. അശ്വതി. ശരി അനീഷ്. ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ സ്മാരകവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് BJP പോര് കനക്കുന്നു. സംസ്കാരം നടന്നിടത്ത് സ്മാരകം പണിയാൻ കഴിയാത്തതിന് പിന്നിൽ BJP ആണെന്ന് കോൺഗ്രസ് ആരോപിക്കുമ്പോൾ UPA സർക്കാരിന്റെ കാലത്തെ തീരുമാനമാണ് കാരണമെന്നാണ് BJPയുടെ മറുപടി. മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന് സംസ്കാരം നടക്കുന്നിടത്ത് സ്മാരകം വേണമെന്നായിരുന്നു കോൺഗ്രസ് കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടത്. എന്നാൽ മൃതദേഹം യമുനാ തീരത്തുള്ള നിഗംബോധ് ഘട്ടിൽ പൂർണ്ണ സൈനിക ബഹുമതികളോടെ സംസ്കരിക്കുമെന്നും സ്മാരകം നിർമ്മിക്കുന്ന സ്ഥലം എവിടെയെന്ന് അറിയിക്കുമെന്നും കേന്ദ്രം മറുപടി നൽകി. ഇതോടെയാണ് ഈ വിഷയത്തിൽ കോൺഗ്രസ് BJPയെയും കേന്ദ്ര സർക്കാരിനെയും വിമർശിച്ച് രംഗത്തെത്തിയത്. സർക്കാർ രാഷ്ട്രീയ വിവേചനം കാണിക്കുന്നുവെന്ന് കോൺഗ്രസ് നേതാവ് പ്രതാപ് സിംഗ് ബാജ്വ ആരോപിച്ചു. പഞ്ചാബിന്റെ പുത്രന് ഉചിതമായ സ്മാരകം പണിയണമെന്നും ബാജ്വ ആവശ്യപ്പെട്ടു. സ്മാരകത്തിനുള്ള സ്ഥലത്ത് സംസ്കാരം നടത്തണമെന്ന കുടുംബത്തിന്റെ ആവശ്യം അംഗീകരിക്കാത്തത് ഞെട്ടിപ്പിക്കുന്നുവെന്ന് അകാലിദൾ നേതാവ് സുഖ്ബീർ ബാദൽ പറഞ്ഞിരുന്നു. ആദ്യ സിഖ് പ്രധാനമന്ത്രിയെ സർക്കാർ അപമാനിച്ചുവെന്നായിരുന്നു ജയറാം രമേശിന്റെ ആരോപണം. പിന്നാലെ കോൺഗ്രസ് ആരോപണങ്ങൾക്കെതിരെ കേന്ദ്രം തന്നെ രംഗത്തെത്തി. ഇപ്പോൾ ഉയരുന്നത് അനാവശ്യ വിവാദമാണെന്നും സ്മാരകങ്ങൾക്ക് സ്ഥലം നൽകേണ്ടതില്ല എന്നായിരുന്നു UPA സർക്കാർ നിലപാടെന്നും കേന്ദ്രം തിരിച്ചടിച്ചു. സ്മാരകത്തിനായി സ്ഥലം നൽകുമെന്നും ഒരു ട്രസ്റ്റ് രൂപീകരിച്ച ശേഷം ഇത് കൈമാറുമെന്നും കേന്ദ്ര സർക്കാർ അറിയിച്ചു. ട്രസ്റ്റ് രൂപീകരിച്ച് കൈമാറേണ്ട നടപടികൾ ഉള്ളതിനാലാണ് നിഗംബോധ് ഘട്ടിൽ മൻമോഹൻ സിംഗിന്റെ മൃതദേഹം സംസ്കരിക്കാൻ തീരുമാനിച്ചതെന്നും കേന്ദ്രം വിശദമാക്കി. എന്നാൽ നരേന്ദ്രമോദി അധികാരത്തിൽ വന്ന ശേഷം മുൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിയുടെ സംസ്കാര ചടങ്ങുകൾക്ക് സ്ഥലം അനുവദിച്ചത് ആ ഉത്തരവ് മറികടന്നല്ലേ എന്നും കോൺഗ്രസ് മറുചോദ്യം ഉന്നയിക്കുന്നുണ്ട്. എന്തുകൊണ്ട് അതേ വികാരം മൻമോഹൻ സിംഗിന്റെ കാര്യത്തിൽ ഉണ്ടായില്ല എന്നും കോൺഗ്രസ് ആരോപിക്കുന്നു. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. അതേസമയം മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെ സംസ്കാര ചടങ്ങിൽ അനാദരവിന്റെയും കെടുകാര്യസ്ഥതയുടെയും പ്രകടനമാണ് നടന്നതെന്ന ആരോപണവുമായി കോൺഗ്രസ് രംഗത്ത് വന്നിട്ടുണ്ട്. പാർട്ടിയുടെ മീഡിയ ആൻഡ് പബ്ലിസിറ്റി ഡിപ്പാർട്ട്മെന്റ് ചെയർമാൻ പവൻ ഖേരയാണ് ആരോപണം ഉന്നയിച്ചത്. ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ വാഹനവ്യൂഹം ശവസംസ്കാര ചടങ്ങുകൾ തടസ്സപ്പെടുത്തി എന്ന ആരോപണങ്ങളും പവൻ ഖേര ഉന്നയിക്കുന്നുണ്ട്. മനു ഭരത് വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്നും ചേരുന്നു. മനു, വലിയ ആരോപണങ്ങൾ അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങിനെ സംബന്ധിച്ചും കോൺഗ്രസ് ഉയർത്തുന്നുണ്ടല്ലോ, എന്തൊക്കെയാണത്? കോൺഗ്രസ് നേതാവ് പവൻ ഖേരയാണ് ഇപ്പോൾ രൂക്ഷമായ മറ്റു വിമർശനങ്ങളുമായി എത്തിയത്. ഒന്നാമത്തെ വിമർശനമായി പവൻ ഖേര ഉന്നയിക്കുന്നത് പതാക കൈമാറുന്ന ഘട്ടത്തിൽ മന്ത്രിമാരോ എഴുന്നേറ്റില്ല. അതേസമയം ജിഗ്മെ വാങ്ചുക്, വിദേശത്ത് നിന്നെത്തിയ ജിഗ്മെ വാങ്ചുക് പോലും അവിടെ എഴുന്നേറ്റ് നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. എന്നാൽ പ്രധാനമന്ത്രിയോ മന്ത്രിമാരോ അവിടെ എഴുന്നേറ്റ് നിന്നില്ല. അതോടൊപ്പം തന്നെ കുടുംബത്തിന് ആ 3 സീറ്റുകൾ മാത്രമാണ് ഈ സംസ്കാര ചടങ്ങുകളിൽ നൽകിയത്. മൻമോഹൻ സിംഗിൻ്റെ കൊച്ചുമക്കൾക്ക് അവിടെ എത്താൻ, ആ ചിതയ്ക്ക് സമീപമെത്താൻ ഇടിച്ചു കയറി വരേണ്ട ഒരു സാഹചര്യമുണ്ടായി. കൂടുതൽ സീറ്റുകൾ വേണമെന്ന് ഒടുവിൽ കോൺഗ്രസ് ബഹളം വെച്ചതിനെ തുടർന്നാണ് കുടുംബ
കുടുംബത്തിന് കുറച്ചുകൂടെ പരിഗണന കിട്ടിയത് എന്നൊരു ആരോപണം ഉന്നയിക്കുന്നു. അതോടൊപ്പം തന്നെ അമിത്ഷായുടെ വാഹന വ്യൂഹം അവിടെ തടസ്സങ്ങൾ സൃഷ്ടിച്ചു. ദൂരദർശന് മാത്രമാണ് സംസ്കാര ചടങ്ങുകൾ കവർ ചെയ്യാനുള്ള അനുമതി കൊടുത്തത്. ഈ ദൂരദർശനാകട്ടെ മുഴുവൻ സമയവും പ്രധാനമന്ത്രിയും അമിത്ഷായും മാത്രം കാണിച്ചുകൊണ്ടിരിക്കുകയും ചെയ്തു. ഈ ചടങ്ങിൽ മൻമോഹൻ സിംഗിൻ്റെ കുടുംബത്തിന് കിട്ടേണ്ട ഒരു പ്രാധാന്യവും അവിടെ കിട്ടിയില്ല. മൻമോഹൻ സിംഗിൻ്റെ മക്കൾ ഉപീന്ദർ, അതുപോലെ ദാമൻ, അമൃത് തുടങ്ങിയ ആളുകൾക്ക് അർഹിക്കുന്ന ഒരു പരിഗണന അവിടെ കിട്ടിയില്ല. ഗുർഷരൻ കൗറിന് വേണ്ട അംഗീകാരം കിട്ടിയില്ല. മൻമോഹൻ സിംഗ് എന്ന ഇന്ത്യയുടെ ആദ്യത്തെ സിഖ് പ്രധാനമന്ത്രിയെ തുടർച്ചയായി അപമാനിക്കുന്ന രീതിയാണ് ഇവിടെ കാണുന്നത് എന്ന് പവൻ ഖേര പറയുകയും ചെയ്യുന്നു. പക്ഷേ BJP അതിനെതിരെ ശക്തമായി തിരിച്ചടിച്ചു. BJP പറയുന്നത് മൻമോഹൻ സിംഗിന് ജീവിച്ചിരിക്കുന്ന കാലത്തെല്ലാം അധിക്ഷേപിച്ച പാർട്ടിയാണ് കോൺഗ്രസ്. അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭ പാസ്സാക്കിയ ഓർഡിനൻസ് കീറിക്കളഞ്ഞ ആളാണ് രാഹുൽ ഗാന്ധി. തുടർന്ന് മൻമോഹൻ സിംഗ് സർക്കാരിൽ നിന്ന് താൻ വെച്ചാലോ എന്ന ആലോചനകൾ വരെ നടത്തിയതായി മൊണ്ടേക് സിംഗ് അലിവാലിയ തൻ്റെ പുസ്തകത്തിൽ വ്യക്തമാക്കുകയും ചെയ്യുന്നു. മൊണ്ടേക് സിംഗ് അലിവാലിയോടാണ്, പ്ലാനിംഗ് കമ്മീഷൻ ഉപാധ്യക്ഷനായ മൊണ്ടേക് സിംഗ് അലിവാലിയോടാണ് തനിക്ക് ഈ വിഷയത്തിൽ ദുഃഖമുണ്ടെന്നും തനിക്ക് രാജിവെച്ചാൽ കൊള്ളാം എന്നുണ്ട് എന്ന നിലപാടും മൻമോഹൻ സിംഗ് അറിയിച്ചത്. അങ്ങനെ ആ ഘട്ടത്തിലൊക്കെ മൻമോഹൻ സിംഗിനോട് കടുത്ത അവഗണന കാണിച്ച കോൺഗ്രസ് ഇപ്പോൾ മൻമോഹൻ സിംഗിൻ്റെ പേര് പറഞ്ഞു വരുന്നത് എന്തടിസ്ഥാനത്തിലാണ് എന്ന് BJP ചോദിക്കുന്നു. അർഹിക്കുന്ന അംഗീകാരം ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന് ലഭിക്കും എന്ന് BJP പറയുകയും ചെയ്യുന്നു. അതേസമയം ഈ സംസ്കാര ചടങ്ങുകൾ അനാദരവിൻ്റെയും അതുപോലെ കെടുകാര്യസ്ഥതയുടെയും കൃത്യമായ പ്രകടനം മാത്രമാണ് ഈ സംസ്കാര ചടങ്ങിൽ നടന്നത് എന്ന് ശക്തമായി ആരോപിക്കുകയാണ് കോൺഗ്രസ്. ശരി, മനു ഭരതാണ് വിവരങ്ങൾ നൽകിയത്. പാർട്ടിയിൽ RSS പശ്ചാത്തലമുള്ളവർ കടന്നു കയറുന്നതായി CPM പത്തനംതിട്ട ജില്ലാ സമ്മേളനത്തിൽ വിമർശനം. ഭരണത്തിന്റെ തണലിൽ അഭയം തേടിയെത്തുന്നവരാണിവരെന്നും ഭരണം ഇല്ലാതാകുമ്പോൾ ഇവർ തിരിച്ചു പോകുമെന്നും പ്രതിനിധികൾ വിമർശനമുന്നയിച്ചു. റിപ്പോർട്ടിന്മേൽ ചർച്ച ഇന്നും തുടരും. എന്തായാലും വലിയ വിമർശനമാണ് കഴിഞ്ഞ ദിവസവും പത്തനംതിട്ട ജില്ലാ സമ്മേളനത്തിൽ ഉണ്ടായിരുന്നത്. ഇന്നും ഇപ്പോൾ അതിന്മേലുള്ള ചർച്ച തുടരുകയാണ്. റിപ്പോർട്ടിന്മേലുള്ള ചർച്ച തുടരുകയാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന വിവരമനുസരിച്ച് പാർട്ടിയിൽ RSS പശ്ചാത്തലമുള്ളവർ കടന്നു കയറുന്നതായാണ് ജില്ലാ സമ്മേളനത്തിൽ വലിയ വിമർശനം ഉയർന്നിരിക്കുന്നത്. ശശി നാരായണൻ വിവരങ്ങളുമായി ചേരുന്നു. ശശി, എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? അശ്വതി, RSS പശ്ചാത്തലമുള്ളവർ CPM എത്തുന്നതായുള്ള വിമർശനം ജില്ലാ സമ്മേളനത്തിൽ ഉയർന്നു. കഴിഞ്ഞ സമയങ്ങളിലെല്ലാം ഈ അടുത്തിടെയെല്ലാം പാർട്ടിയിലേക്ക് സംഘപരിവാർ ബന്ധമുള്ള ആളുകൾ നിരവധി പേർ CPM ചേർന്നു. ഇതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഈ ജില്ലാ സമ്മേളനത്തിൽ വിമർശനം ഉയർന്നത്. CPM RSS പശ്ചാത്തലമുള്ളവർ എത്തുന്നു. ഭരണത്തിന്റെ തണലിൽ അഭയം തേടിയെത്തുന്നവരാണ് ഇത്തരക്കാരെന്നും ഭരണമില്ലാതാവുമ്പോൾ ഇവർ മറുചേരിയിലേക്ക് തിരിച്ചു പോകുന്നതാണ് പ്രതിനിധികളുടെ വിമർശനം. അതുപോലെ തന്നെ ഈ മറ്റൊരു വിഷയം ADM നവീൻ ബാബുവിനെതിരെയും മരണവുമായി ബന്ധപ്പെട്ടും വിമർശനം ഉയർന്നു. ADM നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ജില്ലാ കമ്മിറ്റി എടുത്ത തീരുമാനം ശരിയായിരുന്നു. പക്ഷേ കണ്ണൂർ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റികളെ ഏകോപിപ്പിച്ചു കൊണ്ടുവന്ന കാര്യത്തിൽ സംസ്ഥാന നേതൃത്വത്തിന് കടുത്ത വീഴ്ച പറ്റിയെന്ന് വിമർശനം ഉന്നയിക്കുന്നു. അനാവശ്യ വിവാദങ്ങൾ, പത്തനംതിട്ടയിലെ ചില നേതാക്കൾ അനാവശ്യ പരാമർശങ്ങൾ നടത്തിയത് പാർട്ടിക്ക് അവമതിപ്പുണ്ടാക്കി എന്ന കാര്യം കൂടി ജില്ലാ സമ്മേളനത്തിൽ വിമർശനം ഉണ്ടായിരിക്കുന്നു. ഇന്നും സംഘടനയിൽ ജില്ലാ സമ്മേളനവുമായി ബന്ധപ്പെട്ട് പ്രതിനിധികളുടെ ചർച്ചയുണ്ടാകും. നാളെ ആയിരിക്കും സമ്മേളനം സമാപിക്കുക. നാളെ മുഖ്യമന്ത്രിയാണ് പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുക. പുതിയ ഭാരവാഹികളെയും തിരഞ്ഞെടുക്കുക. എന്തായാലും ചർച്ച ഇപ്പോഴും തുടരുകയാണ്. അശ്വതി, ശരി ശശി. കരുവന്നൂർ സഹകരണ ബാങ്ക് മുൻ മാനേജർക്കെതിരെ കേസെടുക്കാൻ കോടതി നിർദ്ദേശം. വിധവയുടെ പേരിൽ 35 ലക്ഷം രൂപയുടെ വ്യാജ വായ്പ എടുത്തതിലാണ് നടപടി. മുൻ മാനേജർ ബിജു കരീമിനെതിരെയാണ് കേസ്. മൂർക്കനാട് സ്വദേശി ജയ്ശ്രീയുടെ പരാതിയിലാണ് നടപടി. ഇവർ 2013-ൽ 5 ലക്ഷം രൂപ വായ്പ എടുത്തിരുന്നു. ഇത് 2018-ൽ അടച്ചു തീർത്തു. എന്നാൽ 2022-ൽ ബാങ്ക് ഉദ്യോഗസ്ഥരെത്തി നോട്ടീസ് നൽകിയപ്പോഴാണ് വ്യാജ വായ്പയുടെ വിവരം അറിയുന്നത്. ഇരിങ്ങാലക്കുട ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് കേസെടുക്കാൻ ഉത്തരവിട്ടത്. പെരിയ ഇരട്ട കൊലപാതക കേസിൽ 10 പ്രതികളെ വെറുതെ വിട്ട CBI കോടതി വിധിക്കെതിരെ അപ്പീൽ നൽകാൻ കുടുംബം. വെള്ളിയാഴ്ച ശിക്ഷാവിധി വന്നതിന് ശേഷമാകും അപ്പീൽ പോകുക. നിയമവിദഗ്ധരുമായി കുടുംബം കൂടിയാലോചന നടത്തി. KV ബൈജു ചേരുന്ന വിവരങ്ങളുമായി. ബൈജു, ഏത് രീതിയിൽ മുന്നോട്ട് പോകാനാണ് കുടുംബത്തിന്റെ തീരുമാനം? അശ്വതി, ഈ 10 പ്രതികളെ വെറുതെ വിട്ട ആ ഒരു നടപടി, അതിനെതിരെയാണ് ഇപ്പോൾ അപ്പീൽ പോകാൻ ഒരുങ്ങുന്നത്. അതിൽ പ്രധാനമായും 3-ാം തീയതി ശിക്ഷാവിധി വന്നതിന് ശേഷമായിരിക്കും അത് സംബന്ധിച്ച് കൂടുതൽ ഇവർ ആലോചിക്കുക. എന്തായാലും
അപ്പീൽ പോകുമെന്ന വ്യക്തമാക്കി കഴിഞ്ഞു. അതോടൊപ്പം തന്നെ CPM-ഉം അത്തരത്തിലുള്ള ഒരു സൂചന നൽകിയിട്ടുണ്ട്. അതായത് പ്രധാനമായും KV കുഞ്ഞിരാമനും K മണികണ്ഠനും ഉൾപ്പെടെയുള്ളവർ കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തിയതോടുകൂടിയാണ് അത്തരമൊരു നടപടിയിലേക്ക് CPM കടക്കുന്നത്. അവരും 3-ാം തീയതി ഈ വിധി വന്നതിന് ശേഷം ഏത് വകുപ്പുകളാണ് ഇവർക്കെതിരെ ചുമത്തിയിരിക്കുന്നത്, ഏത് കുറ്റമാണ് ചുമത്തിയിരിക്കുന്നതെന്ന് നോക്കി അതനുസരിച്ച് മുന്നോട്ട് പോകാനാണ് CPM-ഉം ആലോചിക്കുന്നത്. അത്തരത്തിലുള്ള ഒരു സൂചന CPM ജില്ലാ സെക്രട്ടറി MP ബാലകൃഷ്ണൻ മാസ്റ്റർ നൽകിയുമുണ്ടായി. എന്തായാലും പെരിയ കേസിൽ 6 വർഷത്തെ നീണ്ട നിയമ പോരാട്ടത്തിനൊടുവിലാണ് ഇത്തരത്തിലുള്ള ഒരു വിധി വരുന്നത്. ഇനിയും അതായത് വരും നാളുകളിലും ഈ പെരിയ ഇരട്ട കൊലപാതക കേസുമായി ബന്ധപ്പെട്ട നിയമ പോരാട്ടം തുടരുമെന്ന സൂചനയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. പ്രധാനമായും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ 10 പ്രതികളെ വെറുതെ വിട്ട നടപടി അതാണ് കുടുംബത്തെ വലിയ തോതിൽ ഉണ്ടാക്കിയത്. അത് ഇന്നലെ പ്രതിമണ്ഡപത്തിലെത്തിയ അമ്മമാരും ഒപ്പം രാജ്മോഹൻ ഉണ്ണിത്താൻ MP-യും ഉൾപ്പെടെ അത് സംബന്ധിച്ച് പ്രതികരിക്കുകയുണ്ടായി. കാരണം ഈ കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്തവരാണ് ഈ വെറുതെ വിട്ടവരിൽ ഉണ്ട് എന്ന തരത്തിൽ അവർ പ്രതികരിക്കുകയുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ഒരു അപ്പീലുമായി പോകാനുള്ള ആലോചന നടക്കുന്നത്. അത് നിയമവൃത്തങ്ങളുമായി ആലോചിച്ചതിന് ശേഷം അത് സംബന്ധിച്ച് തീരുമാനമുണ്ടാകും. ഏതായാലും 3-ാം തീയതി സംസ്ഥാന സർക്കാരിനെയും CPM-നെയും സംബന്ധിച്ചിടത്തോളം അതിനിർണായകമാണ്. പ്രധാനമായും എന്ത് വകുപ്പുകൾ, എന്ത് കുറ്റമാണ് ഈ പ്രധാനപ്പെട്ട CPM നേതാക്കൾക്കെതിരെ ചുമത്തുക എന്നാണ് അറിയേണ്ടത്. നേരത്തെ ഈ രാഷ്ട്രീയ പ്രേരിതമായി CBI ഇവരെ പ്രതി ചേർത്തു എന്നായിരുന്നു CPM ആരോപിച്ചിരുന്നത്. കേസിൽ അന്തിമവാദം നടക്കുമ്പോൾ ഇവരെ വെറുതെ വിടുമെന്ന ഒരു പ്രതീക്ഷയും CPM-നുണ്ടായിരുന്നു. പക്ഷേ വളരെ ഞെട്ടിച്ചുകൊണ്ടായിരുന്നു ഈ നേതാക്കളും കുറ്റക്കാരെന്ന ഒരു കണ്ടെത്തൽ CBI കോടതി ഉണ്ടായത്. എന്തായാലും 3-ാം തീയതി വിധി വന്നതിന് ശേഷം കൃത്യമായ ഏത് കുറ്റങ്ങൾ, ഏത് വകുപ്പുകൾ ചുമത്തിയെന്നതിനെ അറിഞ്ഞതിന് ശേഷമായിരിക്കും അത്തരത്തിലുള്ള നിയമ നടപടികളുമായി മുന്നോട്ട് പോകും. KV ബൈജു ആണ് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ വയനാട് CPM ജില്ലാ സെക്രട്ടറി K റഫീഖ് വാർത്താ സമ്മേളനം നടത്തുകയാണ്. മാധ്യമങ്ങളെ കാണുകയാണ്. തത്സമയ ദൃശ്യങ്ങളിലേക്ക്. വീണ്ടും കോൺഗ്രസിന്റെ ഭാഗത്താണ് സഹകരണ മേഖലയിലെ മറ്റൊരു ദുരന്ത വാർത്തകൾ. എന്താണ് പാർട്ടിയുടെ വലിയ രൂപത്തിലുള്ള ഒരു ഞെട്ടിക്കുന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നമുക്കറിയാം, കോൺഗ്രസിൻ്റെ സമുന്നതനായ നേതാവാണ് കഴിഞ്ഞ ദിവസം ജില്ലാ ട്രഷററും കോൺഗ്രസിൻ്റെ ജില്ലയിലെ പ്രധാനപ്പെട്ട നേതാവുമായിട്ടുള്ള NM വിജയനും അദ്ദേഹത്തിൻ്റെ മകനുമാണ് ദുരൂഹ സാഹചര്യത്തിൽ ആത്മഹത്യ ചെയ്തതായിട്ട് നമ്മൾ കണ്ടിട്ടുള്ളത്. IC ബാലകൃഷ്ണനും MLA, DCCയുടെ പ്രസിഡന്റ് ഉൾപ്പെടെ ആയിരുന്ന IC ബാലകൃഷ്ണൻ MLA, അദ്ദേഹം പ്രസിഡന്റായിരിക്കുന്ന സമയം മുതൽ ഒരുപാട് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ പുറത്തു വന്നതാണ്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ള സഹകരണ മേഖലയിലെ നിയമനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടന്നിട്ടുള്ള അഴിമതിയെക്കുറിച്ച് വലിയ രൂപത്തിലുള്ള വാർത്തകൾ നേരത്തെ തന്നെ പുറത്തു വന്നതാണ്. ഇപ്പോൾ NM വിജയൻ KPCC പ്രസിഡന്റിന് കൊടുത്ത ഒരു കത്ത് പുറത്തു വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഒരു എഗ്രിമെൻ്റ് IC ബാലകൃഷ്ണന് വേണ്ടി പണമിടപാട് നടത്തിയതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എഗ്രിമെൻ്റ് പുറത്തു വന്നിട്ടുണ്ട്. തെളിവുകളെല്ലാം അങ്ങനെ പുറത്തു വന്നിരിക്കുകയാണ്. ഉദ്യോഗാർത്ഥികൾ തന്നെ നേരത്തെ KPCCക്ക് ഉൾപ്പെടെ പരാതി നൽകിയ സാഹചര്യവുമുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു സാഹചര്യം വയനാട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ആദ്യത്തെ സംഭവമല്ല. കോൺഗ്രസിൻ്റെ സമുന്നതരായ നേതാക്കളുടെ പീഡനം മൂലം ആത്മഹത്യ ചെയ്യേണ്ടി വരുന്ന ആദ്യത്തെ സംഭവമല്ല ഇത്. നേരത്തെ നമുക്ക് ഓർമ്മയുണ്ട്, മാനന്തവാടിയിൽ കോൺഗ്രസ് ഓഫീസിൽ തന്നെ PV ജോൺ എന്ന് പറയുന്ന കോൺഗ്രസിൻ്റെ സമുന്നതനായ മറ്റൊരു നേതാവ് കോൺഗ്രസ് നേതാക്കളുടെ പീഡനം മൂലം ആത്മഹത്യ ചെയ്തത് നമുക്ക് ഓർമ്മയുണ്ട്. ഇപ്പോൾ കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു നേതാവ് കൂടെ ആത്മഹത്യ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഈ കാര്യത്തിൽ ഞങ്ങൾക്ക് CPM-ന് ആവശ്യപ്പെടാനുള്ളത് അടിയന്തരമായി ഇതുമായി ബന്ധപ്പെട്ടുള്ള സമഗ്രമായ അന്വേഷണം ആവശ്യമാണ്. IC ബാലകൃഷ്ണൻ MLA തൽസ്ഥാനത്ത് നിന്ന് രാജിവെക്കാൻ വേണ്ടി തയ്യാറാകേണ്ടതായിട്ടുണ്ട്. സമഗ്രമായ അന്വേഷണത്തിൻ്റെ ഭാഗമായി കുറ്റക്കാരായ മുഴുവൻ ആളുകളെയും പുറത്തു കൊണ്ടുവരണം. IC ബാലകൃഷ്ണൻ മാത്രമല്ല ഇതിന് ഉത്തരവാദി. KPCC നേതൃത്വം ഈ ആത്മഹത്യയ്ക്ക് ഉത്തരവാദിയാണ്. KPCCക്ക് നേരത്തെ തന്നെ കത്ത് നൽകിയിട്ടും അതിലൊരു ഇടപെടലുണ്ടാവുകയോ അതിലൊരു പരിഹാരമുണ്ടാവുകയോ ചെയ്തിട്ടില്ല. അതുമായി ബന്ധപ്പെട്ടുള്ള യാതൊരു വിധത്തിലുള്ള ഇടപെടലും ഉണ്ടാവാത്തതിനെ തുടർന്നുകൂടിയാണ് ഉദ്യോഗാർത്ഥികൾ ഇപ്പോൾ പണം തിരിച്ചു വാങ്ങാൻ വേണ്ടി പലതവണയായി ഇദ്ദേഹത്തിൻ്റെ അടുത്ത് എത്തുകയും അതിൽ മനനൊന്നുകൊണ്ടും അദ്ദേഹം ആത്മഹത്യ ചെയ്തു എന്നുള്ള വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് KPCC നേതൃത്വവും സ്വാഭാവികമായിട്ടും ഈ ആത്മഹത്യക്ക് ഉത്തരവാദിയാണ്. KPCC നേതൃത്വത്തിനും അതുപോലെ തന്നെ IC ബാലകൃഷ്ണൻ MLAക്കുമെതിരെ ആത്മഹത്യാ പ്രേരണയ്ക്ക് കുറ്റം ചുമത്തിക്കൊണ്ട് കേസെടുക്കണമെന്ന് കൂടെ CPM ആവശ്യപ്പെടുകയാണ്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രക്ഷോഭങ്ങൾ ഏറ്റെടുക്കാൻ തന്നെയാണ് CPM തീരുമാനിച്ചിട്ടുള്ളത്. കാരണം നമുക്കറിയാം, 2 മനുഷ്യജീവനുകളാണിപ്പോൾ നഷ്ടപ്പെട്ടിട്ടുള്ളത്.
വലിയ രൂപത്തിലുള്ള മാനസിക പീഡനത്തെ തുടർന്നാണ് മരണത്തിനിരയാകേണ്ടി വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വലിയ രൂപത്തിലുള്ള പ്രക്ഷോഭം CPM ഏറ്റെടുക്കും. നാളെ 1-ാം തീയതി അടുത്ത ദിവസം തിങ്കളാഴ്ച നമ്മുടെ IC ബാലകൃഷ്ണൻ MLA ഓഫീസിലേക്ക് CPIM പ്രതിഷേധ മാർച്ച് നടത്തുകയാണ്. KPCC നേതൃത്വം ഇതിന് മറുപടി പറയാൻ തയ്യാറാകണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. കാരണം KPCC പ്രസിഡന്റിന് നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് IC ബാലകൃഷ്ണന് നൽകിയിട്ടുള്ള തുക തിരിച്ചു നൽകി അത് ഉദ്യോഗാർത്ഥികൾക്ക് കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള കത്ത് NM വിജയൻ നൽകിയിട്ടുണ്ട്. അതുപോലെ എഗ്രിമെൻ്റ് പുറത്തു വന്നിട്ടുണ്ട്. ഈ സാഹചര്യമെല്ലാം KPCC നേതൃത്വത്തിന് അറിയാം. ഇതെല്ലാം പൂഴ്ത്തി വെച്ചുകൊണ്ട് നിയമന അഴിമതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെയുള്ള കോൺഗ്രസ് നേതാക്കളെ സംരക്ഷിക്കുന്ന നിലപാടാണ് KPCC നേതൃത്വം സ്വീകരിച്ചിട്ടുള്ളത് ഇതുവരെ. അതുകൊണ്ട് അവരുൾപ്പെടെ ഈ മരണത്തിന് ഉത്തരവാദിയാണ് എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് പറയാൻ. ഈ ആരോപണം വ്യാജ ആരോപണം എന്നുള്ളതാണ് IC ബാലകൃഷ്ണൻ പറയുന്നത്. അല്ല, ഇത് സ്വാഭാവികമായിട്ടും ഇപ്പം NM വിജയൻ്റെ കത്ത് തന്നെ പുറത്ത് വന്നിട്ടുണ്ടല്ലോ. നമ്മൾ കാണുന്നത് CPM ഉന്നയിക്കുന്നൊരു ആരോപണം അല്ലല്ലോ. പകരം കത്ത് വന്നിട്ടുണ്ട്. KPCCക്ക് നേരത്തെ കൊടുത്തിട്ടുള്ള കത്ത്, അതായത് ഉദ്യോഗാർത്ഥികളിൽ നിന്നും 1.5 കോടിയോളം രൂപ വിവിധ സഹകരണ സ്ഥാപനത്തിലേക്ക് നിയമനം നൽകാമെന്ന് പറഞ്ഞുകൊണ്ട് വാങ്ങിയ തുകയാണ്. ആ തുക അത് നേരത്തെ തന്നെ വിഷയങ്ങൾ വളരെ ഗൗരവമായി നമ്മുടെ നാട് ചർച്ച ചെയ്തതാണ്. ആ പണം IC ബാലകൃഷ്ണൻ MLA കയ്യിലുണ്ട്. ഉദ്യോഗാർത്ഥികൾക്ക് തൊഴിൽ കൊടുക്കാൻ കഴിയാതെ വന്ന ഘട്ടത്തിൽ അത് തിരിച്ചു കൊടുക്കാൻ ഉദ്യോഗാർത്ഥികൾ വരുന്നുണ്ട്. അതുകൊണ്ട് തിരിച്ചത് വാങ്ങി നൽകാൻ ആവശ്യമായ ഇടപെടൽ ഉണ്ടാകണം എന്നാവശ്യപ്പെട്ടത് CPM അല്ല, ഇപ്പോൾ മരണത്തിനിരയായിട്ടുള്ള NM വിജയനാണ്. അദ്ദേഹത്തിൻ്റെ ആവശ്യം അടങ്ങിയ കത്ത് നൽകിയത് അദ്ദേഹം CPM-നുമല്ല, അദ്ദേഹം നൽകിയത് KPCC പ്രസിഡന്റിനാണ്. അപ്പോൾ അതെല്ലാം പുറത്തു വന്നിട്ടുണ്ട്. അതുപോലെ എഗ്രിമെൻ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ഈ നാട്ടിൽ എല്ലാവർക്കും അറിയാം, നേരത്തെ തന്നെ ഈ വിഷയത്തിൽ വളരെ ഗൗരവമായ സമരം നടന്നിട്ടുള്ളതാണ്. ഉദ്യോഗസ്ഥർ ഭയം മൂലമാണ് പലതരത്തിലും പരസ്യമായി പ്രതികരിക്കാതിരുന്നത്. എന്നാൽ നിയമ നടപടികളൊക്കെ ഈ ഉദ്യോഗാർത്ഥികൾ സ്വീകരിക്കുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഈ വിഷയത്തെ സംബന്ധിച്ച് സമഗ്രമായ അന്വേഷണം നടത്തും. ഇത് കോൺഗ്രസ് തുടരുന്ന ഒരു നിലപാടിൻ്റെ ഭാഗമാണ്. വയനാട്ടിലെ പല സഹകരണ സ്ഥാപനത്തിലും, കോൺഗ്രസ് ഭരിക്കുന്ന സഹകരണ സ്ഥാപനത്തിലും ഇത്തരത്തിൽ യുവാക്കളിൽ നിന്നെല്ലാം തൊഴിൽ നൽകാമെന്ന് പറഞ്ഞുകൊണ്ട് പണം വാങ്ങുന്ന ഒരു നിലയാണ് കാണാൻ കഴിയുന്നത്. അതെല്ലാം വളരെ ഗൗരവമാണ്. അതിൻ്റെ എല്ലാ വസ്തുതകളും പുറത്ത് വരേണ്ടതായിട്ടുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഈ കോൺഗ്രസിൻ്റെ ചില നേതാക്കന്മാർ, വയനാട് ജില്ലയിലെ പ്രബലരായ ചില നേതാക്കന്മാർ, അതിന് തൊട്ടു താഴെയുള്ള നേതാക്കന്മാരെ ചൂഷണം ചെയ്തുകൊണ്ടാണ് സാമ്പത്തികം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്, മറ്റു പലതരത്തിലുള്ള പീഡനത്തിന് ഇരയായിക്കൊണ്ടിരിക്കുന്നത്. PV ജോണിൻ്റെ മരണം നമ്മുടെ മുമ്പിലുണ്ട്. അദ്ദേഹം ആത്മഹത്യ ചെയ്തത് കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട ഓഫീസിലാണ്, മാനന്തവാടിയിലെ ഓഫീസിലാണ്. അദ്ദേഹം ആത്മഹത്യ ചെയ്യാനുണ്ടായ സാഹചര്യം എന്ന് പറയുന്നത് അദ്ദേഹത്തെ പരാജയപ്പെടുത്താനുള്ള നിലപാട് സ്വീകരിച്ചുവെന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്തിട്ടുള്ളത്. അപ്പം ഇങ്ങനെയുള്ള സംഭവങ്ങൾ തുടർക്കഥകളായി വയനാട്ടിൽ മാറുകയാണ്. കോൺഗ്രസിൻ്റെ ഒരു വികൃത മുഖമാണ് ഇതിലൂടെ, വയനാട്ടിലെ കോൺഗ്രസിൻ്റെ ഒരു വികൃത മുഖമാണ് ഇതിലൂടെ അഴിഞ്ഞു വീഴുന്നത്. തീർച്ചയായും ഇത് സംബന്ധിച്ച് ഗൗരവമായ കാര്യങ്ങൾ പുറത്തു വരേണ്ടതായിട്ടുണ്ട്. അത്തരം കാര്യങ്ങൾ സമഗ്രമായ അന്വേഷണത്തിലൂടെ പുറത്തു വരുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഈ കത്തിൽ നിങ്ങൾ പറഞ്ഞിരിക്കുന്ന കത്തിൽ പരാമർശിക്കുന്ന ഒരു കാര്യം PV ബാലചന്ദ്രൻ മുഖേന പണം വാങ്ങി IC ബാലകൃഷ്ണന് കൊടുത്തിട്ടുണ്ട് എന്നാണ്. അങ്ങനെ PV ബാലചന്ദ്രന്റെ പങ്കിനെ കുറിച്ച് CPM-നോട് പറയേണ്ടി വരില്ലേ? അല്ല, നേരത്തെ തന്നെ PV ബാലചന്ദ്രൻ കോൺഗ്രസ് നടന്നിട്ടുള്ള അഴിമതിയെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് രംഗത്ത് കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും രാജിവെക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായത്. കോൺഗ്രസ് നടന്നിട്ടുള്ള അത്തരം അഴിമതികളെക്കുറിച്ചെല്ലാം അദ്ദേഹം തന്നെ പരസ്യമായി പ്രതികരിച്ച് കഴിഞ്ഞ കാര്യമാണ്. പക്ഷേ കത്തിൽ പറയുമ്പോൾ, കത്തിൽ PV ബാലചന്ദ്രൻ പണം വാങ്ങിയെന്ന് പറയുമ്പോൾ അദ്ദേഹം CPM-ലേക്കാണ് പിന്നീട് വന്നത്. അല്ല, ഞാൻ പറഞ്ഞല്ലോ, അദ്ദേഹം കൃത്യമായി കോൺഗ്രസിൽ നടന്നിട്ടുള്ള ഇത്തരം അഴിമതിയെക്കുറിച്ച്, അത്തരത്തിൽ കോൺഗ്രസിൻ്റെ ഭാഗമായി ഉണ്ടായ സമയത്തുണ്ടായ അഴിമതികളെക്കുറിച്ചെല്ലാം അദ്ദേഹം പരസ്യമായി പ്രതികരിച്ചതാണ്. ഇതിൽ അതല്ലല്ലോ യഥാർത്ഥ പ്രശ്നം. ഇവിടെ എല്ലാവരെയും പങ്കിനെക്കുറിച്ചും അന്വേഷിച്ചോട്ടെ, അതിലൊന്നും പ്രശ്നമൊന്നുമില്ല. കാരണം ഇവിടെ കാണേണ്ട വിഷയം, നമ്മുടെ KPCC നേതൃത്വത്തിന് ഇങ്ങനെയൊരു ഉത്തരവാദിത്തപ്പെട്ട ആൾ ഒരു പരാതി കൊടുത്തിട്ട് അതിലെന്ത് പ്രതികരണമാണ് KPCC നേതൃത്വം നടത്തിയത്? അതാണല്ലോ വളരെ ഗൗരവമായി നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം. KPCC നേതൃത്വം ഇത്തരം പ്രധാനപ്പെട്ട ഒരു വിഷയത്തിൽ ഇത്ര ദിവസങ്ങൾ, ഇത്ര കാലങ്ങൾ പിന്നിട്ടിട്ടും ഒരു നിലപാടും സ്വീകരിക്കാൻ വേണ്ടി തയ്യാറായില്ല. അങ്ങനെ നിലപാട് ആകെ സ്വാഭാവികമായിട്ടും പണം തിരികെ ആവശ്യപ്പെട്ടുകൊണ്ട് പലതവണ IC ബാലകൃഷ്ണൻ ഉൾപ്പെടെയുള്ള ആളുകളെ സമീപിച്ചിട്ടുണ്ടാകും ഇദ്ദേഹം. അത് തിരികെ നൽകാത്ത സമയത്താണല്ലോ സ്വാഭാവികമായിട്ടും KPCC നേതൃത്വത്തെ സമീപിക്കുന്നത്. KPCC നേതൃത്വത്തിൻ്റെ ഭാഗത്തുനിന്ന് നീതി ലഭിക്കാതെ വന്ന ഘട്ടത്തിലാണ്, ഒരു ഇടപെടലും ഉണ്ടാകാതെ വന്ന ഘട്ടത്തിലാണ് സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് പിടിച്ചു നിൽക്കാൻ കഴിയാത്ത ഒരു സ്ഥിതി വരികയും അദ്ദേഹത്തിന് ജീവൻ തന്നെ കളയേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് ആത്മഹത്യയ്ക്ക് ഉത്തരവാദികളാണ് KPCC നേതൃത്വം. അതുകൊണ്ട് ആത്മഹത്യാ പ്രേരണ കുറ്റത്തിന് KPCC നേതൃത്വത്തിനും IC ബാലകൃഷ്ണനെതിരെ കേസെടുക്കുന്ന നില ഉണ്ടാവണമെന്നുള്ളതാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാറ്. പരാതിക്കാരുണ്ടോ നിങ്ങളുടെ അടുത്ത് ഈ പരസ്യമായ രംഗത്ത് വരുന്നില്ല, അല്ലെങ്കിൽ അവർ നിയമ നടപടി സ്വീകരിക്കുന്നില്ലെങ്കിൽ പോലും നിങ്ങളുടെ അടുത്തൊക്കെ ഇത്തരത്തിൽ പരാതിക്കാർ എത്തിയിട്ടുണ്ടോ? അല്ല, തീർച്ചയായിട്ടും നമ്മളെ ഇപ്പം നേരത്തെ തന്നെ ഈ വിഷയം ഉയർന്നു വന്ന ഘട്ടത്തിൽ തന്നെ ഒരുപാട് ഇതുമായി ബന്ധപ്പെട്ട് പണം നൽകിയവരെല്ലാം ഇങ്ങനെയുള്ള പരാതികളുമായി പലതരത്തിൽ പൊതുപ്രവർത്തകരെയെല്ലാം ബന്ധപ്പെട്ടിരുന്നു. പക്ഷേ അവർക്കെല്ലാം ഈ പറയുന്ന
ചില ഭയം മൂലമാണ് ആ നിലയിൽ പറയാതെ. സ്വാഭാവികമായിട്ടും പണം അവരുടെ കയ്യിലാണ്, കോൺഗ്രസ്സുകാരുടെ കയ്യിലാണ്. പണം ലഭിക്കാതായി പോകുമോ എന്നുള്ള ഭയമുണ്ട്, പലതരത്തിലുള്ള ഭീഷണികളുണ്ട്. ഇതെല്ലാം സ്വാഭാവികമായിട്ട് അവർക്കുണ്ട്. പക്ഷേ അവർ നിയമ നടപടികളുമായി അവർ പോകുന്നുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. സ്വാഭാവികമായിട്ടും ഈ കാര്യത്തിൽ അവർ ഒരു നിയമനം നൽകാൻ വേണ്ടി പണം വാങ്ങിയത് ഉൾപ്പെടെയുള്ള വലിയ അഴിമതിയുടെ പ്രശ്നം ഇതിലുണ്ട്. അതിൻ്റെ ഭാഗമായി MLA പോലെയുള്ളൊരു സ്ഥാനത്തിരിക്കുന്ന ആളാണ് ഇതിൽ പ്രധാന പങ്ക് വഹിച്ചിട്ടുള്ളത്. ആ പരാതി KPCCയുടെ നേതൃത്വത്തിൽ വന്ന ഘട്ടത്തിൽ അതിൽ ഇടപെടാനും തയ്യാറാവാത്ത വിഷയമുണ്ട്. ഇതെല്ലാം വളരെ ഗൗരവമായി തന്നെ എടുക്കേണ്ട വിഷയമായിട്ട് തന്നെയാണ് CPM കാണുന്നത്. വയനാട് DCC ട്രഷറർ NM വിജയന്റെയും മകന്റെയും ആത്മഹത്യയിൽ ദുരൂഹതയുണ്ട്. അതിന് KPCC നേതൃത്വം അടക്കം മറുപടി പറയണം എന്നാണ് ഇപ്പോൾ CPM ജില്ലാ സെക്രട്ടറി K റഫീഖ് പറഞ്ഞിരിക്കുന്നത്. നാളെ MLA ഓഫീസിലേക്ക് CPM മാർച്ച് നിശ്ചയിച്ചിട്ടുണ്ട്. മറ്റു വാർത്തകളിലേക്ക് വരാം, ഇടവേളയ്ക്ക് ശേഷം. ദക്ഷിണ കൊറിയയിലെ വിമാനാപകടത്തിൽ മരിച്ചവരുടെ എണ്ണം 60ആയി. മുവാൻ വിമാനത്താവളത്തിലാണ് 181 പേരുമായി വിമാനം തകർന്നു വീണത്. നിരവധി പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്ന് രാവിലെ ബാങ്കോക്കിൽ നിന്ന് മുവാനിലേക്ക് പോവുകയായിരുന്ന ജെജു എയർ 2216 വിമാനം ലാൻഡ് ചെയ്യാൻ ശ്രമിക്കുന്നതിനിടെയാണ് അപകടമുണ്ടായത്. കൂടുതൽ വിവരങ്ങളുമായി മനു ഭാരത് ചേരുന്ന ന്യൂസ് ഡെസ്കിൽ നിന്ന്. മനു, വലിയ അപകടമാണ്, 62 പേരുടെ മരണം സ്ഥിരീകരിച്ചിരിക്കുന്നു. എങ്ങനെയാണ് ഈ അപകടമുണ്ടായതെന്നാണ് മനസ്സിലാക്കുന്നത്? അശ്വതി, ഈ മരണസംഖ്യ വീണ്ടും ഉയരുകയാണ്. മരിച്ചവരുടെ എണ്ണം 62 എന്ന് നമ്മൾ വാർത്ത നൽകി. ഇപ്പോൾ അടുത്ത അപ്ഡേറ്റ് വന്നിരിക്കുന്നു. മരിച്ചവരുടെ സംഖ്യ 67ആയി ഉയർന്നിരിക്കുന്നു. 175 യാത്രക്കാരും 6 ജീവനക്കാരുമായാണ് ഈ വിമാനം ബാങ്കോക്കിൽ നിന്ന് സൗത്ത് കൊറിയയിലെ മുവാൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് പറന്നത്. പിന്നീട് അത് വിമാനം തകർന്നു വീഴുകയായിരുന്നു. ആദ്യഘട്ടത്തിൽ തന്നെ 33 പേരുടെ മൃതശരീരമാണ് കണ്ടെത്താൻ കഴിയുന്നത് എന്ന് അവിടുന്ന് വ്യക്തമാക്കുന്നു. കൊറിയൻ സമയം 9 മണിക്കാണ് ഈ അപകടം ഉണ്ടായത്. അവിടെ റൺവേയിലേക്ക് വിമാനം ഇറങ്ങുന്ന സമയത്ത് സ്കിഡ് ചെയ്യുകയും പിന്നീട് ഒരു മതിലിലേക്ക് ഇടിച്ചു കയറുകയുമാണ് സംഭവിച്ചത്. ഇത് ലാൻഡിംഗ് വീലുകളിൽ എന്തോ അപാകത സംഭവിച്ചു എന്നാണ് പ്രധാനമായും മനസ്സിലാക്കുന്നത്. ലാൻഡിംഗ് ഗിയറിലുണ്ടായ സാങ്കേതിക പ്രശ്നമാണ് ഈ അപകടത്തിന് കാരണം എന്ന് മനസ്സിലാക്കുന്നു. ഏതെങ്കിലും പക്ഷികളോ മറ്റോ ഇത് വിമാനവുമായി കൂട്ടിയിടിച്ചിട്ടുണ്ടോ എന്ന സംശയവും അവിടെ ഉയർന്നു പോകുന്നുണ്ട്. എന്തായാലും വിമാനം സാങ്കേതിക പ്രശ്നങ്ങൾ നേരിട്ടു എന്നാണ് വ്യക്തമാക്കുന്നത്. കൊറിയൻ പ്രസിഡന്റ് ചോയ് സാങ് മോക്ക് ഇപ്പോൾ തന്നെ ഒരു അടിയന്തര യോഗം വിളിച്ചതിൻ്റെ വിശദാംശങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. ബോയിങ് 737-800 ജെറ്റ് വിമാനമാണ്, ജെജു എയർ ഓപ്പറേറ്റ് ചെയ്യുന്നൊരു വിമാനമാണ് അപകടത്തിൽപ്പെട്ടത്. മരണസംഖ്യ ഇനിയും ഉയർന്നേക്കുമെന്ന ആശങ്ക പ്രധാനമായി നിൽക്കുന്നു. ഇപ്പോൾ 3 പേരെ ആണ് സുരക്ഷിതമായി നമുക്ക് അപകടനില തരണം ചെയ്തു എന്ന് പറയാൻ കഴിയുന്നത്. മറ്റ് പലരുടെയും നില അതീവ ഗുരുതരമാണ് എന്നതാണ് ഇതിലെ ഏറ്റവും ദുഃഖകരമായ കാര്യം. 2 യാത്രക്കാരും ഒരു ക്രൂ അംഗവും സുരക്ഷിതരാണ് എന്ന വിവരം ലഭിക്കുന്നു. മറ്റ് ഉള്ള ആളുകളെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ഇപ്പോഴും ആശങ്കാഭരിതമായി തന്നെ നിൽക്കുന്നു. എങ്കിലും ഇനി മരണസംഖ്യ വർദ്ധിക്കാതിരിക്കാൻ വേണ്ട നടപടികൾ ശക്തമായി സ്വീകരിക്കുന്നു എന്നാണ് കൊറിയൻ അധികാരികൾ വ്യക്തമാക്കുന്നത്. 32 സംഘ ഫയർ ഫൈറ്റിംഗ് ടീമാണ് ഇവിടെ ഈ രക്ഷാപ്രവർത്തനങ്ങൾക്കായി വന്നത്. അതോടൊപ്പം തന്നെ
32 ട്രക്കുകൾ ഫയർ എഞ്ചിനുകൾ അവിടെ രക്ഷാപ്രവർത്തനത്തിന് വന്നു. അതോടൊപ്പം തന്നെ നിരവധി രക്ഷാപ്രവർത്തകരും അങ്ങോട്ടേക്ക് എത്തി ഈ വിമാനത്തിൽ നിന്ന് പരമാവധി ആളുകളെ രക്ഷിക്കാനൊക്കെയുള്ള ഒരു ശ്രമം നടത്തി. പക്ഷേ അത് ഉണ്ടായില്ല. അതിൽ വലിയ തോതിൽ വിജയിക്കാൻ കഴിഞ്ഞില്ല എന്നത് ഒരു ദുഃഖമായി തന്നെ നിൽക്കുന്നു. മരിച്ചവരുടെ എണ്ണം 67ആയി ഉയർന്നു എന്ന ഏറ്റവും പുതിയ അപ്ഡേറ്റ് വരുമ്പോൾ അത് ഇനിയും ഉയരാൻ സാധ്യതയുണ്ട് എന്ന വിവരങ്ങൾ കൂടി പുറത്തു വരുമ്പോൾ വലിയ ആശങ്കയ്ക്കാണ് വഴി നൽകുന്നത്. വിമാനം അഗ്നിക്കിരയായി എന്നതാണ് ഇവിടെ ഈ മരണസംഖ്യ ഇത്രയും ഉയരാനായുള്ളൊരു പ്രധാന കാരണം പെട്ടെന്ന് ഇതിൽ അഗ്നിബാധ ഉണ്ടാകുകയും അത് തീ അതിവേഗം പടരുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇതിൽ ഏറ്റവും പുറകിൽ നിന്നുള്ള ആളുകളെ 3 പേരെയാണ്, അതായത് ടെയിൽ ഭാഗത്ത് വിമാനത്തിൻ്റെ വാലറ്റത്തുണ്ടായിരുന്ന 3 പേരെ പെട്ടെന്ന് രക്ഷിക്കാൻ കഴിഞ്ഞു. മറ്റുള്ളവരുടെ നില അതീവ ഗുരുതരമാണ് എന്നതാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്. അവിടെ ഈ ട്വിൻ എഞ്ചിൻ ആയിട്ടുള്ള, ഇത് ഇരട്ട എഞ്ചിനുള്ള എയർക്രാഫ്റ്റാണിത്. ഇത് സ്കിഡ് ചെയ്യുന്നതിൻ്റെ ദൃശ്യങ്ങളൊക്കെ പിന്നീട് പുറത്തു പോകുന്നു. അപ്പോൾ ലാൻഡിംഗ് ഗിയറിൽ എന്തോ പ്രശ്നം ഉണ്ടായി എന്നും അത് പിന്നീട് ഒരു മതിലിലേക്ക് ഇടിച്ചു കയറി വലിയ സ്ഫോടനം പോലെ അഗ്നിബാധ ഉണ്ടാവുകയും ചെയ്തു എന്നതാണ് ഈ അപകടത്തിന് കാരണമായിട്ടുള്ളത്. മരണസംഖ്യ എങ്ങനെ നിയന്ത്രിക്കാം എന്നതിനെ സംബന്ധിച്ചുള്ള ചർച്ചകളാണ് നടക്കുന്നത്. അതിന് ആരോഗ്യ രംഗത്തുള്ള ഇടപെടലുകളുണ്ട്. പക്ഷേ അത് എത്രമാത്രം സാധ്യമാണ് എന്നത് ആശങ്ക പരത്തുകയും ചെയ്യുന്നു. മനു, ആ ദൃശ്യങ്ങൾ ഞെട്ടിക്കുന്നതാണ്. അതിഭീകരമായിരുന്നു ആ അപകടം എന്നുള്ളത് ആ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. ഒരിക്കൽ കൂടി നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് പോകാം. ശരി, ഇപ്പോൾ ദക്ഷിണ കൊറിയയിലെ വിമാനാപകടത്തിൽ മരിച്ചവരുടെ എണ്ണം 67ആയി മാറിയിരിക്കുന്നു. മരണസംഖ്യ ഉയരുകയാണ്. ആശങ്കപ്പെടുത്തുന്ന വാർത്തകളാണ് ദക്ഷിണ കൊറിയയിൽ നിന്നും പുറത്തു വരുന്നത്. മനു ഭരത്താണ് വിശദവിവരങ്ങൾ നൽകിയത്. മറ്റൊരു വാർത്തയിലേക്ക്. ഫോർട്ട് കൊച്ചി പരേഡ് മൈതാനത്ത് പാപ്പാഞ്ഞിയെ കത്തിക്കുന്നതും പുതുവത്സര റാലിയും റദ്ദാക്കി. കാർണിവൽ കമ്മിറ്റി നേരിട്ട് നടത്തുന്ന പരിപാടികളാണ് റദ്ദാക്കിയത്. മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ നിര്യാണത്തെ തുടർന്ന് ഔദ്യോഗിക ദുഃഖാചരണം പ്രഖ്യാപിച്ച സാഹചര്യത്തിലാണ് തീരുമാനം. ഗാലാഡി കൊച്ചി വെളി മൈതാനത്ത് നിശ്ചയിച്ച പരിപാടികളിൽ മാറ്റമില്ല. ഡാനി പോളാണ് വിവരങ്ങളുമായി ചേരുന്നത്. ഡാനി, ഈ ഗാലാഡി കൊച്ചി നേരത്തെ തന്നെ വിവാദത്തിലായിരുന്നു. ആ പാപ്പാഞ്ഞിയെ കത്തിക്കാനുള്ള അനുമതിയൊന്നും അവർക്ക് ലഭിച്ചിരുന്നില്ല. ഇപ്പോൾ ആ പാപ്പാഞ്ഞിയെ മാത്രമേ കത്തിക്കാനാകൂ എന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു, അല്ലേ? ഫോർട്ട് കൊച്ചിയിൽ ഇക്കുറി 2 പപ്പാഞ്ഞിമാരെ കത്തിക്കുമെന്നായിരുന്നു പറഞ്ഞിരുന്നത്. ഒന്ന് ഗാലാഡി കൊച്ചി, അതോടൊപ്പം തന്നെ മറ്റൊന്ന് പരേഡ് ഗ്രൗണ്ടിൽ ഉണ്ടായിരുന്ന പപ്പാഞ്ഞി. അതാണ് കാലങ്ങളായിട്ട് തന്നെ കത്തിക്കുകയും ചെയ്യുന്നത്. എന്നാൽ പരേഡ് ഗ്രൗണ്ടിൽ ഉള്ള പപ്പാഞ്ഞിയെ കത്തിക്കുന്നത് അത് മാറ്റിവെച്ചുകൊണ്ട്, അത് പ്രത്യേകിച്ച് മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിൻ്റെ നിര്യാണവുമായി ബന്ധപ്പെട്ടുള്ള പ്രഖ്യാപിച്ചിട്ടുള്ള ഔദ്യോഗിക ദുഃഖാചരണം, അതിൻ്റെ ഒരു ഭാഗമായിട്ട് ആഘോഷ പരിപാടികളിൽ നിന്ന് മാറി നിൽക്കുക എന്ന് പറഞ്ഞുകൊണ്ടാണ് അത് പപ്പാഞ്ഞിയെ കത്തിക്കുന്നത് ഒഴിവാക്കിയിട്ടുള്ളത്. എന്നാൽ പപ്പാഞ്ഞിയെ അവർ ഉയർത്തും, പക്ഷെ കത്തിക്കുന്നില്ല. മറ്റ് ആഘോഷങ്ങളും എല്ലാം തന്നെ ഒഴിവാക്കിയിട്ടുണ്ട്. ഒപ്പം സ്ഥിരമായി നടത്തിക്കൊണ്ടിരിക്കുന്ന കാർണിവൽ അത് മറ്റൊരു ദിവസത്തേക്ക് നടത്തുന്നതിന് വേണ്ടി അവർ സബ് കളക്ടറുമായിട്ട് ചില കൂടിയാലോചനകളും നടത്തുന്നുണ്ട്. ഗാലാഡി കൊച്ചിയുടെ നേതൃത്വത്തിലുള്ള ഈ വെളി ഗ്രൗണ്ടിൽ നടക്കുന്ന പരിപാടികൾ, അതിൽ പപ്പാഞ്ഞിയെ കത്തിക്കുന്നതിന് അനുമതി അവർക്ക് നൽകിയിട്ടുണ്ട്. ഈ കാണുന്നതാണ് ഗാലാഡി കൊച്ചിയുടെ വെളി ഗ്രൗണ്ടിലുള്ള പപ്പാഞ്ഞി രൂപം. ഏതായാലും ഇതിന് എല്ലാവിധ അനുമതിയും നൽകിയിരിക്കുന്നു. കഴിഞ്ഞ തവണ അതിൽ ഉണ്ടായിരുന്നില്ല. ഇക്കുറി കർശന ഉപാധികളോടുകൂടിയാണ് അതിന് പപ്പാഞ്ഞി കത്തിക്കുന്നതിന് അനുമതി നൽകിയിരിക്കുന്നത്. നമുക്കൊപ്പം ഗാലാഡിയുടെ സംഘാടകർ ചേരുന്നു. കൗൺസിലറാണ് ബെൻഡിക് ഫെർണാണ്ടസ്. എങ്ങനെയാണ് ഇത്തവണ ഒരു ക്രമീകരണങ്ങൾ ഒരുക്കിയിരിക്കുന്നത്? ബഹുമാനപ്പെട്ട കോടതി നമ്മളോട് ചില ഡയറക്ഷൻസുകൾ നമുക്ക് അനുമതി തന്നപ്പോൾ പറഞ്ഞിട്ടുണ്ട്. ആ ഡയറക്ഷൻസ് എന്തായാലും 100% നമ്മൾ ഏകദേശം 90% പാലിക്കും. ഇന്നത്തോടെ 100% ആദ്യം പറഞ്ഞത് ഫെൻസിങ്ങുമായി ബന്ധപ്പെട്ട് 70 അടിയാണ്. അതിപ്പോൾ നമ്മളൊരു 105 അടി ഫെൻസിങ് ഇട്ട് കഴിഞ്ഞു.
രണ്ടാമത് പറഞ്ഞത് പപ്പ കത്തിക്കുമായി ബന്ധപ്പെട്ട് ഫയർ എഞ്ചിൻ്റെ പ്രശ്നമാണ്. ഫയർ എഞ്ചിൻ 31-ാം തീയതി ഉച്ചയോടെ ഗ്രൗണ്ടിലേക്ക് പ്രവേശിക്കും, ഫയർ ഉദ്യോഗസ്ഥരും പ്രവേശിക്കും. മൂന്നാമത് പറഞ്ഞത് മെഡിക്കൽ ടീമാണ്. ആ മെഡിക്കൽ ടീമുമായി ബന്ധപ്പെട്ട് ഒരു ഹോസ്പിറ്റൽ നമുക്ക് കൃത്യമായി മെഡിക്കൽ ടീമിനെ സജ്ജമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. നാലാമത്തെ പറഞ്ഞത് വിദേശികളുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രത്യേക പവലിയൻ വേണം എന്നുള്ളതാണ്. ആ പവലിയൻ ഇന്ന് വൈകുന്നേരത്തോടെ അത് പൂർത്തീകരിക്കും. അഞ്ചാമത് പറഞ്ഞത് പോലീസിനൊരു വാച്ച് ടവർ വേണമെന്നാണ്. അതും നമ്മൾ നിർമ്മിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ആറാമത്തെ കാര്യമാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, ക്യാമറ നിരീക്ഷണം ഉണ്ടാവണം. 42ഓളം ക്യാമറകൾ ഈ ഗ്രൗണ്ടിന് ചുറ്റും വെച്ച് തുടർന്ന് അതിൻ്റെ മോണിറ്ററിംഗ് സിസ്റ്റം പോലീസ് സ്റ്റേഷനിലേക്ക് കൊടുത്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ അത് പറഞ്ഞത്രയും കാര്യങ്ങൾ പൂർണ്ണമായി നമ്മൾ ചെയ്ത് ക്രമീകരിച്ചു. കൂടുതൽ തിരക്കെല്ലാം വരാനുള്ള സാധ്യതകളെല്ലാം തന്നെയുണ്ട്. മറ്റേ പരേഡ് ഗ്രൗണ്ടിലെല്ലാം ഇത് ഒഴിവാക്കിയ സ്ഥിതിക്ക് അത് നമ്മൾ സജ്ജമാണ്. പോലീസ് നിർദ്ദേശിച്ച പ്രകാരമുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങൾ സജ്ജമാണ്. ഞങ്ങളുടെ പ്രവർത്തകരെല്ലാം വളരെയധികം ആവശ്യത്തിലാണ്. ഇതാണ് എല്ലാ ഒരുക്കങ്ങളും ക്രമീകരണങ്ങളും എല്ലാം തന്നെ പൂർത്തിയായിരിക്കുന്നു എന്നതാണ്. കാരണം ഇവിടെ ഏതാണ്ട് 7.5 ഏക്കറോളം സ്ഥലത്താണ് ഈ വെളി മൈതാനം എന്ന് പറയുന്നത്. അതുകൊണ്ട് പൂർണ്ണമായും ഇവിടുത്തെ കടകളും കാര്യങ്ങളും എല്ലാം തന്നെ ഒഴിവാക്കിക്കൊണ്ട് വരുന്നവരെ ഉൾക്കൊള്ളാൻ പര്യാപ്തമായ രീതിയിലുള്ള സജ്ജീകരണങ്ങൾ ഉണ്ടാകും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. എല്ലാ മാനദണ്ഡങ്ങളും അനുസരിച്ചുകൊണ്ട് തന്നെ ഫോർട്ട് കൊച്ചിയിലെ വെളി ഗ്രൗണ്ടിൽ തയ്യാറാക്കിയിട്ടുള്ള പപ്പാഞ്ഞിയെ കത്തിക്കാനായിട്ട് അവർ ഇതിനു വേണ്ടിയുള്ള ക്രമീകരണങ്ങളുമെല്ലാം തന്നെ പൂർത്തിയാക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് മറ്റ് ആശങ്കകളില്ലാതെ തന്നെ പുതുവത്സരാഘോഷങ്ങൾ പൂർണ്ണമായും തന്നെ നടത്തിച്ച് മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് പറയുകയും ചെയ്യുന്നു. അതേസമയം തന്നെ കാലാകാലങ്ങളായി ഉണ്ടാകുന്ന ഇവിടെ പരേഡ് ഗ്രൗണ്ടിലുള്ള പപ്പാഞ്ഞിയുടെ രൂപം അത് കത്തിക്കുന്നില്ല. അതിൻ്റെ ഒരു മാനദണ്ഡം ഇതാണ്. ദുഃഖാചരണം പ്രഖ്യാപിച്ചുകൊണ്ടാണ് ആ ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ വരുന്നത്. കാർണിവൽ റാലി നടത്താൻ മറ്റൊരു ദിവസത്തേക്ക് സാവകാശം തേടിയിട്ടുണ്ട്. ശരിടാ. ആലപ്പുഴ വനിതാ ശിശു ആശുപത്രിയിൽ പ്രസവ ശസ്ത്രക്രിയയ്ക്കിടെ ആശ എന്ന യുവതി മരിച്ച സംഭവത്തിൽ സർക്കാരിനെതിരെ ഗുരുതര ആരോപണങ്ങളുമായി കുടുംബം. 1 വർഷം കയറിയിറങ്ങിയ ശേഷം ലഭ്യമായ ഫോറൻസിക് പരിശോധനാ ഫലം പോലും ആരോഗ്യവകുപ്പ് ബോധപൂർവ്വം മറച്ചുവെക്കുകയാണെന്നും കുടുംബം ആരോപിച്ചു. ആരോപണ വിധേയരായ ഡോക്ടർമാരെ രക്ഷിക്കാൻ സംഘടിത നീക്കം ആരോഗ്യവകുപ്പും പോലീസും ചേർന്ന് നടത്തുന്നതായി ആശയുടെ ഭർതൃപിതാവ് ശശി ന്യൂസ് 8നോട് പറഞ്ഞു. വനിതാ ശിശു ആശുപത്രിയിൽ പ്രസവ നിർത്തൽ ശസ്ത്രക്രിയക്കിടയിൽ ഫാർമസിസ്റ്റായ ആശ മരിക്കുന്നത് കഴിഞ്ഞ ജനുവരി 19-നാണ്. അനസ്തേഷ്യയിലെ പിഴവ് മൂലമുണ്ടായ ഹൃദയ സംബന്ധമായ തകരാറാണ് ആശയുടെ മരണത്തിലേക്ക് നയിച്ചതെന്ന് കുടുംബം ആരോപിച്ചു. പരാതിയുടെ അടിസ്ഥാനത്തിൽ അമ്പലപ്പുഴ പോലീസ് അന്ന് കേസെടുത്തു. വർഷം 1 കേസിന്റെ പ്രാഥമിക ഘട്ടത്തിലേക്ക് പോലും കടക്കാൻ പോലീസിനായില്ല. ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ നടന്ന പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ആന്തരികാവയവങ്ങളുടെ പരിശോധനാ ഫലത്തിനായി ഫോറൻസിക് ലാബിലേക്ക് അയച്ചു. 1 വർഷം കയറിയിറങ്ങിയ ശേഷം ആശയുടെ കുടുംബത്തിന് റിപ്പോർട്ട് ലഭ്യമായെന്ന വിവരം ലഭിച്ചു. എന്നാൽ ആരോഗ്യവകുപ്പ് ഒളിച്ചു കളിക്കുകയാണെന്ന് കുടുംബം ആരോപിക്കുന്നു. ഞാനും എൻ്റെ ഫാമിലിയും കളക്ടറുടെ വീട്ടിൽ ഇരിക്കുക. അന്ന് സാമുൽ സാർ അങ്ങോട്ടായിരുന്നു തോന്നുന്നു കളക്ടർ. നല്ല മനുഷ്യൻ. അദ്ദേഹം ഇരുന്നപ്പോൾ എൻ്റെ ഫോണിലോട്ട് അമ്പലപ്പുഴയിൽ നിന്നും നിരന്തരം ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾ പെട്ടെന്ന് വാ, ഞങ്ങളിവിടെ പോസ്റ്റ്മോർട്ടത്തിൻ്റെ ഇൻക്വസ്റ്റ് തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്, പെട്ടെന്ന് വരണം. നിങ്ങൾ എന്തോ കളക്ടറോട് സംസാരിച്ചുകൊണ്ടിരുന്ന സാറിൻ്റെ പറഞ്ഞാൽ മതി. 2 പ്രാവശ്യം ഫോൺ വന്നപ്പോൾ കളക്ടർ സാർ ചോദിച്ചു, ആരാ വിളിക്കുന്നത്? ഞാൻ സാറ് SI ആ വിളിക്കും, ഇൻക്വസ്റ്റ് ഇൻക്വസ്റ്റ് തയ്യാറാക്കുമോ? നിങ്ങൾ ഇവിടെ ഇരിക്കുമ്പോൾ ആരോട് അവിടെ ഇൻക്വസ്റ്റ് തയ്യാറാക്കുന്നത്? ഇനി ഫോൺ തരികയാണെങ്കിൽ എന്നിലോട്ട് തരാൻ പറഞ്ഞു. അങ്ങനെ വീണ്ടും ഇദ്ദേഹം വിളിച്ചപ്പോഴത്തേക്കും ഞാൻ സാറ് ഇങ്ങോട്ട് തരാൻ പറഞ്ഞു. നിങ്ങൾ അങ്ങനെ ഇൻക്വസ്റ്റ് തയ്യാറാക്കണ്ട, അവിടുത്തെ അവരുടെ അച്ഛനും അമ്മയും മക്കളും എല്ലാവരും എൻ്റെ സ്ഥലത്തുണ്ട്. ഞാൻ വന്നിട്ട് വന്നിട്ട് ഇൻവെസ്റ്റ് തയ്യാറാക്കിയാൽ മതി, ഇല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ആ സർട്ടിഫിക്കറ്റിൽ ഇവരുടെ സാന്നിധ്യത്തിൽ ഇൻവെസ്റ്റ് നടത്തണമെന്ന് പുള്ളി ഒപ്പിട്ട പേപ്പറുകൾ ഞങ്ങളിലുണ്ട്. ഞങ്ങൾ അവിടെ കൊണ്ട് കാണിച്ചു. ആശ മരിക്കുമ്പോൾ ഇളയ കുഞ്ഞിന് 4 മൂത്ത കുട്ടിക്ക് 7 വയസ്സ് പ്രായം. ആരോഗ്യവകുപ്പ് മന്ത്രി തന്നെ ദുഃഖം രേഖപ്പെടുത്തി അന്വേഷണം പ്രഖ്യാപിച്ചെങ്കിലും പിന്നീട് സർക്കാർ ആ കുഞ്ഞുങ്ങളെ തിരിഞ്ഞു നോക്കിയില്ല. അമ്മയെ നഷ്ടപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് ലഭ്യമാകേണ്ട നഷ്ടപരിഹാര തുക പോലും പണമില്ലെന്ന് പറഞ്ഞ് നൽകിയില്ല. ഈ ഫോറൻസിക്കിനകത്ത് ഉള്ളുകളി ഉണ്ട്, അല്ലെങ്കിൽ ഒരു വെച്ച് താമസിപ്പിക്കുന്നത്. 2 മാസം കഴിഞ്ഞപ്പോൾ ഈ ഫോറൻസിക്കിന്റെ റിപ്പോർട്ട് DMO ഓഫീസിൽ വന്നു. ആദ്യം അന്വേഷണം പറഞ്ഞ് DMO 45 നമ്മുടെ പഴയ DMO 45 ദിവസം ലീവാണെന്നും അതിന് പകരമുള്ള DMO ആയിട്ട് ഇരിക്കുന്നെന്നാണ് ഞാൻ പറഞ്ഞത്. മെഡിക്കൽ ബോർഡ് കൂടിയ ശേഷം ഫോറൻസിക് റിപ്പോർട്ട് നൽകാമെന്ന് പറഞ്ഞ ആലപ്പുഴ DMO 2 മാസമായി ഒളിച്ചു കളിക്കുകയാണ്. ആരോപണ വിധേയനായ ഡോക്ടർ ഇപ്പോഴും സർവീസിൽ ഒരു പ്രശ്നവുമില്ലാതെ തുടരുകയും ചെയ്യുന്നു. നീതി കിട്ടി. ആർക്ക് നീതി കിട്ടിയെന്ന് അറിയാവോ? എൻ്റെ മോക്ക് വേണ്ടിയിട്ട് അനസ്തേഷ്യ ചെയ്ത ഡോക്ടർക്കും
ഓപ്പറേഷൻ്റെ കുട്ടപ്പൻ ഡോക്ടർ, അദ്ദേഹം ഇപ്പം പുന്നപ്പറയിലെ സഹകരണ ആശുപത്രി ഗൈനക്കാട്ട് വർക്ക് ചെയ്യുക. നീതി കിട്ടിയില്ലേ? എന്ത് ചെയ്തവരെ? എന്ത് ചെയ്തു? എനിക്കതാ ചോദിക്കുന്നത്. ഇവരെ രണ്ടുപേരും എന്ത് ചെയ്തെന്ന് പറ. ആരോപണ വിധേയർ ഇവരെന്ത് ചെയ്തു? ഒന്നും ചെയ്തിട്ടില്ല. അവർക്ക് പ്രമോഷൻ ഇവിടെ നേരെ അങ്ങോട്ട്, അതാണ് ചെയ്തിരിക്കുന്നത്. ഞങ്ങൾക്ക് എന്ത് കിട്ടി? ഞങ്ങളുടെ മകൾ മരിച്ചു, ഞങ്ങളുടെ മകളെ കൊന്നു. ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്കൊരു കോപ്പി വേണമല്ലോ. അതിനെപ്പറ്റി ഞങ്ങൾക്ക് അറിയത്തില്ല. അത് ചിലപ്പോൾ കോടതി മുഖാന്തരമായി നിങ്ങൾക്ക് കിട്ടുന്നത് എന്നാണ് എൻ്റെ പറഞ്ഞു. ആശയുടെ പോസ്റ്റ്മോർട്ടത്തിന് നേതൃത്വം നൽകിയ അന്നത്തെ ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ ഫോറൻസിക് വിഭാഗം ഡോക്ടർ കൃഷ്ണൻ ബാലചന്ദ്രന്റെ നേതൃത്വത്തിൽ വേണം ഫോറൻസിക് പരിശോധനാ ഫലം വിലയിരുത്തേണ്ടതെന്ന ആവശ്യവും കുടുംബം മുന്നോട്ട് വെക്കുന്നു. ഈ സംഘത്തിൽ അദ്ദേഹത്തിനെ കാണുന്നില്ല, ദൈവത്തിനൊന്നും പറഞ്ഞിട്ടില്ല. അദ്ദേഹം വേണം, അദ്ദേഹം സത്യസന്ധനാണ്, ആരുടെയും കൂടെ നിൽക്കുന്ന ആളില്ല. ചെയ്തത് അതിനകത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അദ്ദേഹം എഴുതി തരും നമുക്ക്, സത്യസന്ധത. അതാണ് നമ്മുടെ വിശ്വാസം. അദ്ദേഹത്തെ കൂടി ആ സമിതിയിൽ ഉൾപ്പെടുത്തണമെന്നാണ് ഉൾപ്പെടുത്തിയിട്ട് വേണം അന്വേഷണം നടത്തേണ്ടിയിരുന്നത്. അതായത് ഫോറൻസിക് റിപ്പോർട്ട് പരിശോധിക്കുമ്പോൾ ഡോക്ടർ കൃഷ്ണൻ ബാലേന്ദ്രന്റെ സാന്നിധ്യം കൂടെ വേണമായിരുന്നു, പക്ഷെ അതില്ല. പഴവീട്ടിലെ വീട്ടിൽ അമ്മുമ്മയുടെയും അപ്പൂപ്പന്റെയും സംരക്ഷണയിൽ 2 കുഞ്ഞുങ്ങൾ വളരുന്നുണ്ട്. ഫോറൻസിക് പരിശോധനാ ഫലം ലഭ്യമായ ശേഷം മകൾക്ക് നീതിക്കായി കോടതിയെ സമീപിക്കാൻ 1 വർഷമായി കാത്തിരിക്കുന്ന അച്ഛനും അമ്മയുമുണ്ട്. നീതിക്കായി നിരന്തരം സർക്കാർ ഓഫീസുകളുടെ തിണ്ണനിരങ്ങി ഒടുവിൽ ജോലിക്കായി മടങ്ങിപ്പോയ ഭർത്താവുമുണ്ട്. നിരാശയുടെ പടുകുഴിയിലേക്ക് അവരെ തള്ളിയിടാൻ ശ്രമിക്കുകയാണ് ആരോഗ്യവകുപ്പും പോലീസും സർക്കാരും. ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18 ആലപ്പുഴ. ശരണ്യ സ്നേഹജൻ ചേരുന്ന വിവരങ്ങളുമായി. ശരണ്യ, നിരവധി തവണ പരാതി ഉയർന്ന ഒരു ആശുപത്രിയും ആശുപത്രി അധികൃതരുമാണ്. എന്തുകൊണ്ടാണ് കുടുംബം ഇത്തരത്തിൽ അവരുടെ മരണശേഷവും ഇത്തരത്തിലൊരു ഒത്തുകളി നടക്കുന്നു, വിവരങ്ങൾ പുറത്തു വരാതിരിക്കാനെന്ന് സംശയിക്കുന്നത്? അശ്വതി, ഈ കേസിൽ ഏറ്റവും നിർണായകമായ ഒരു ആ കുടുംബ പ്രതീക്ഷയുടെ കാത്തിരിക്കുന്ന ഒന്നാണ് ഈ ഫോറൻസിക് പരിശോധനാ ഫലം. അതായത് ആശയുടെ മരണം നടന്നത് കഴിഞ്ഞ വർഷം ജനുവരി 19-നാണ്. അതിനുശേഷം ഇപ്പോൾ 1 വർഷം പിന്നിടാൻ പോകുന്നു എന്നുള്ളതാണ്. അത് ഈ പല തവണ ഈ ഫോറൻസിക് പരിശോധനാ ഫലത്തിന്റെ ഫലം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കുടുംബം പോലീസിനെയും ആരോഗ്യ വകുപ്പിനെയും ഒക്കെ നിരന്തരം സമീപിച്ചിരുന്നു. പല ഘട്ടത്തിലും നമ്മൾ ഈ ആശയുടെ പിതാവിനെയും ഭർത്താവിനെയും ഒക്കെ ഈ ഓഫീസുകളുടെ പരിസരത്ത് നമ്മൾ കണ്ടിട്ടുണ്ട്. അതിനുശേഷം വളരെയേറെ കാത്തിരിപ്പിന് ശേഷമാണ് ഈ ഫലം അവർക്ക് ലഭ്യമായിട്ടുണ്ടെന്നുള്ള വിവരം കുടുംബത്തിന് കൈമാറുന്നത്. എന്നാൽ ഈ റിപ്പോർട്ട് കൈമാറാനായി ഈ DMOയുടെ നേതൃത്വത്തിലുള്ള സംഘം തയ്യാറാകുന്നില്ല എന്നുള്ള ഗുരുതര ആരോപണമാണ് അവർ ഉന്നയിക്കുന്നത്. മെഡിക്കൽ ബോർഡ് കൂടി അത് വിലയിരുത്തിയ ശേഷം മാത്രമേ ആ റിപ്പോർട്ടിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ പുറത്തു പറയാനാവൂ എന്നുള്ള ഒരു നിർബന്ധം അവർ പിടിക്കുന്നു. എന്നാൽ 2 മാസക്കാലമായി മെഡിക്കൽ ബോർഡ് കൂടാനായി DMOയുടെ നേതൃത്വത്തിലുള്ള സംഘത്തിന് കഴിയുന്നില്ല. അതായത് മെഡിക്കൽ ബോർഡ് കൂടണമെങ്കിൽ മറ്റ് ഫോറൻസിക് വിഭാഗത്തിലെ ഡോക്ടർ വേണം, ഒപ്പം തന്നെ ഗൈനക്കോളജിസ്റ്റുകൾ വേണം, ഒരു അഭിഭാഷകൻ ഉൾപ്പെടെയുള്ള സംഘം വേണം, അങ്ങനെ പോലീസിന്റെ പ്രതിനിധി വേണം. ഇങ്ങനെ ഒരു ഗ്രൂപ്പായാണ് ഈ ഒരു സമിതി കൂടുന്നത്. അതുകൊണ്ട് തന്നെ ഇവർ പല ആളുകൾക്കും കൃത്യമായ സമയത്ത് ഹാജരാകാനും പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഒഴുക്കൻ മട്ടിൽ തള്ളിവിടുകയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ ഈ റിപ്പോർട്ടിൽ ലഭ്യമായിട്ട് 2ാമത്തെ മാസമായി. ഈ 2ാമത്തെ മാസമായിട്ടും എന്ന് ഇതിനെ സംബന്ധിച്ച് വിശദമായ വിവരം ഈ കുടുംബത്തിന് നൽകും എന്നുള്ളതിനെ സംബന്ധിച്ച് ഒരു കൃത്യമായൊരു വിവരം നൽകാനായി ആരോഗ്യ വകുപ്പ്, പ്രത്യേകിച്ച് ആലപ്പുഴ DMOയ്ക്ക് കഴിയുന്നില്ല എന്നുള്ളത്. അതിന്റെ ഒരു പ്രതിഷേധമാണ് ആ കുടുംബം പറയുന്നത്. അവർ പറയുന്നത് ആരോപണ വിധേയരായ ഡോക്ടർമാരെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഉള്ള ഒരു ഒത്തുകളിക്ക് വേണ്ടി ഉള്ള കാര്യങ്ങൾ ക്രമീകരിക്കുന്നതിനാണ് ഈ റിപ്പോർട്ട് ഇപ്പോൾ ഇവർക്ക് നൽകാതെ. അതായത് ആ കുടുംബത്തിനാണല്ലോ അവരുടെ മകൾ എങ്ങനെ മരിച്ചു എന്നതിനെ സംബന്ധിച്ചുള്ള ആദ്യ വിവരം ലഭിക്കേണ്ടത് ആ കുടുംബത്തിനാണ്. പക്ഷേ ആ ഒരു റിപ്പോർട്ട് നൽകാനുള്ള ഈ വൈകിക്കലിന് പിന്നിൽ ഒത്തുകളിയാണെന്ന് അവർ ആരോപിക്കുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അമ്മയെ നഷ്ടപ്പെട്ട കുഞ്ഞുങ്ങളാണ്. 5ഉം ഇളയ കുട്ടിക്ക് 4ഉം ഒപ്പം തന്നെ മൂത്ത കുട്ടിക്ക് 7 വയസ്സുള്ളപ്പോഴാണ് ഈ കുട്ടികൾക്ക് ഈ പ്രസവ നിർത്തൽ ശസ്ത്രക്രിയയുടെ ഭാഗമായി ആലപ്പുഴ വനിതാ ശിശു ആശുപത്രിയിൽ ആശ മരണപ്പെടുന്നത്. അതിനുശേഷം ഈ കുട്ടികളെ ആരോഗ്യ വകുപ്പ് മന്ത്രി തന്നെ ശ്രദ്ധയിൽപ്പെട്ട അന്വേഷണത്തിന് ഉത്തരവിട്ട സംഭവത്തിൽ പിന്നീട് ഈ കുട്ടികൾ എങ്ങനെ വളർന്നു എന്നതിനെ സംബന്ധിച്ച് ഈ വകുപ്പ് അധികൃതരോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഒരുപക്ഷെ പ്രാദേശികമായി നടത്തേണ്ട അംഗനവാടികൾ കേന്ദ്രീകരിച്ചൊക്കെ തന്നെ ചെറിയ കുട്ടികളെ സംബന്ധിച്ച് അന്വേഷണം നടത്തേണ്ടതാണ്. എന്നാൽ അത്തരത്തിൽ യാതൊരുവിധ അന്വേഷണവും ഉണ്ടായില്ല എന്ന് മാത്രമല്ല, ഈ കുട്ടികൾക്ക് അർഹതപ്പെട്ട നഷ്ടപരിഹാര തുകയായ 4 ലക്ഷം രൂപ പണമില്ലെന്ന് പറഞ്ഞ് സർക്കാർ മടക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ആ ഫയല് അവർക്ക് ആ പണം പോലും നൽകാനായി തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. അത്തരത്തിൽ കടുത്ത അനീതിയാണ് ആ കുടുംബം ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഫോറൻസിക് പരിശോധനാ ഫലം ലഭ്യമായാൽ മാത്രമേ അവർക്ക് കോടതിയെ സമീപിക്കാൻ കഴിയൂ.
അതിന് പോലും കഴിയാത്ത രീതിയിൽ അവർ നിൽക്കുമ്പോഴാണ് ഈ ആരോപണ വിധേയനായ ഡോക്ടർ ഉൾപ്പെടെയുള്ള ആളുകൾ പുതിയ ആശുപത്രികൾ, സർക്കാരിന്റെ തന്നെ പുതിയ ആശുപത്രികൾ കൂടുതൽ വലിയ പോസ്റ്റിലേക്ക് സ്ഥാനക്കയറ്റം കിട്ടി അവർ പോകുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടാകുന്നുണ്ട്. സ്വാഭാവികമായും ആ കുടുംബം വളരെയധികം നിരാശയിലാണ്. അവർക്ക് ഇതിനകത്ത് ഇനി ഈ പറഞ്ഞ നേരത്തെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ റിപ്പോർട്ട് ചെയ്ത പോലെ തന്നെ ആ കുടുംബങ്ങൾ അനുഭവിക്കുന്ന അതേ ദുരിതത്തിലേക്ക് തന്നെ ഇവരും എത്തുന്നു. ഈ കുട്ടികളുമായി പോയി പ്രതിഷേധിക്കുമെന്ന് അടക്കം ആ അച്ഛൻ പറയുന്നുണ്ട്. അത്തരത്തിൽ വലിയ ദുരിതാവസ്ഥയിലൂടെയാണ് ആ കുടുംബം കടന്നു പോകുന്നത്. WNCയുമായി ബന്ധപ്പെട്ട് പരാതികൾ ഉയർത്തിയിട്ടുള്ള അല്ലെങ്കിൽ കേസ് എടുത്തിട്ടുള്ള ഒരൊറ്റ കേസിൽ പോലും ആ കുടുംബങ്ങൾക്ക് നീതി കിട്ടിയിട്ടില്ലെന്നാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ന്യൂസ് നടത്തിയ അന്വേഷണത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അമ്മയെ നഷ്ടപ്പെട്ട നവജാത ശിശുക്കളുണ്ട്, ഒപ്പം തന്നെ കുട്ടികളെ നഷ്ടപ്പെട്ട രക്ഷകർത്താക്കളുണ്ട്, അംഗവൈകല്യത്തോടെ ജനിച്ച കുഞ്ഞുങ്ങളുണ്ട്. അത്തരത്തിൽ നിരവധി കുടുംബങ്ങളെ നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പുറത്തു കൊണ്ടുവന്നു. ആ കുടുംബങ്ങളുടെ ദുരിതാവസ്ഥ പുറത്തു കൊണ്ടുവന്നു. എന്നിട്ട് പോലും അതിനകത്ത് ഒരു ആരോഗ്യ വകുപ്പിന് ഈ അമ്മയെ നഷ്ടപ്പെട്ട നവജാത ശിശുക്കളെങ്കിലും എങ്ങനെ വളരുന്നു എന്നുള്ളത് അന്വേഷിക്കേണ്ട ഉത്തരവാദിത്തമുണ്ട്. അതിൽ പോലും ഒരു പ്രാഥമിക പരിഗണന പോലും സർക്കാർ നൽകിയിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശരി, വ്യക്തമാണ്. ശരണ്യ സ്നേഹജനാണ് വിവരങ്ങൾ നൽകിയത്. മറ്റൊരു അനാസ്ഥയുടെ വാർത്തയിലേക്കാണ് വീണ്ടും പോകുന്നത്. ഗർഭാശയത്തിലെ മുഴ നീക്കം ചെയ്യൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയയായ സ്ത്രീ മരിച്ചത് ചികിത്സാ പിഴവ് മൂലമെന്ന പരാതിയുമായി കുടുംബം. എറണാകുളം ചെറായി സ്വദേശിനി ബിന്ദുവിന്റെ മരണത്തിൽ എടവനക്കാട് ശ്രേയസ് ആശുപത്രിക്കെതിരെ മകൾ നൽകിയ പരാതിയിൽ പോലീസ് കേസെടുത്തു. വീഴ്ച സംഭവിച്ചിട്ടില്ലെന്നും ആവശ്യമായ എല്ലാ ചികിത്സയും നൽകിയിട്ടുണ്ട് എന്നുമാണ് ആശുപത്രിയുടെ വിശദീകരണം. ഈ മാസം 20-ന് ഭർത്താവ് ഷിബുവിനൊപ്പം ഇരുചക്ര വാഹനത്തിലാണ് ബിന്ദു ആശുപത്രിയിലെത്തുന്നത്. ശസ്ത്രക്രിയയ്ക്ക് വിധേയയാകുന്നു എന്നതൊഴിച്ചാൽ മറ്റാരോഗ്യ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. 48-കാരി ബിന്ദുവിന് തൊട്ടടുത്ത ദിവസം തന്നെ സർജറിയും നടത്തി. എന്നാൽ പിറ്റേന്ന് മുതൽ വേദന അനുഭവപ്പെട്ടു. ഡോക്ടറോടും ജീവനക്കാരോടും ഇക്കാര്യം പറഞ്ഞപ്പോൾ ആവശ്യമായ ഒരു പരിചരണവും നൽകിയില്ലെന്ന് ഭർത്താവ് ഷിബുവും മകൾ ഐശ്വര്യയും പറയുന്നു. ഡോക്ടറിനെ വിശ്വസിച്ചു, പക്ഷേ ഡോക്ടർ ചെയ്ത ഒരു കാര്യം ഒരു നീചമായിട്ടുള്ള പ്രവൃത്തിയായിപ്പോയി. അത് പരാതി കൊടുത്തിരിക്കുകയാണ്. സർക്കാരിലും ആരോഗ്യവകുപ്പിലും അതുപോലെ തന്നെ പോലീസിലും ആദ്യമായിട്ട് വിശ്വസിക്കുന്നുണ്ട്. ഈ ഡോക്ടർ എന്നോട് പറഞ്ഞതാണ്, മെഡിക്കൽ ട്രസ്റ്റ് സുനിൽ ഡോക്ടർ, അകത്ത് എന്താണ് സംഭവിച്ചാക്കണമെന്ന് ഞങ്ങൾക്ക് ഇത് ഒരു സർജറിയോടുകൂടി തുറന്നു നോക്കണം. പക്ഷേ BP ലെവൽ വളരെ കുറവാണ്, അതുകൊണ്ട് ഇത് ഒരു ഭയങ്കര റിസ്ക്കാണിത്. പക്ഷേ ആ റിസ്ക്കിനെ തരണം ചെയ്തുകൊണ്ട് ഞങ്ങൾക്ക് ഇത് തുറന്ന് നോക്കാണ്ടിരിക്കാൻ നിവൃത്തിയില്ല എന്ന് പറഞ്ഞിട്ട് സർജറിക്ക് വേണ്ടി തയ്യാറായി സർജറി ചെയ്തവർ. സർജറി ചെയ്തിട്ട് പകുതിക്ക് വെച്ച് നിർത്തിയിട്ട് വന്നിട്ട് പുറത്ത് വന്നിട്ട് ഈ ഡോക്ടർ ഞങ്ങളോട് പറഞ്ഞത് ഇത് ഇൻറ്റേർണൽ ബ്ലീഡിങ് വന്നു, അതായത് ഓപ്പറേഷൻ സമയത്തോ എങ്ങനെയോ. അപ്പോൾ നമ്മൾ ചോദിച്ചു, സാറേ അങ്ങനെ ഇൻറ്റേർണൽ ബ്ലീഡിങ് വരണമെന്നുണ്ടെങ്കിൽ മുറിവ് എന്തെങ്കിലും വരുമല്ലോ, അതെങ്ങനെ സംഭവിച്ചു? അത് ഞാൻ പറയൂല. മറ്റൊരാശുപത്രിയിലേക്ക് മാറ്റണമെന്ന് ആവശ്യപ്പെട്ടെങ്കിലും അത് വൈകിപ്പിച്ചെന്നും കുടുംബം പരാതിപ്പെടുന്നു. ആവശ്യമായ ചികിത്സാ സംവിധാനങ്ങളില്ലാതെയാണ് ശസ്ത്രക്രിയകളടക്കം ഇവിടെ നടത്തുന്നതെന്നും കുടുംബം ആരോപിക്കുന്നുണ്ട്. ഈ ശ്രേയസ് ഹോസ്പിറ്റൽ എന്ന ഹോസ്പിറ്റൽ ഇറ്റ്സ് നോട്ട് അറ്റ് ഓൾ കേപ്പബിൾ ഫോർ ഹാൻഡ്ലിംഗ് എനി കോംപ്ലിക്കേഷൻസ് ആഫ്റ്റർ ദിസ് ടൈപ്പ് ഓഫ് സർജറീസ്. രണ്ടും സർജറി ഇങ്ങനെ ചെയ്യുമ്പോൾ അതിലുണ്ടാകുന്ന കോംപ്ലിക്കേഷൻസ് ഹാൻഡിൽ ചെയ്യാനുള്ള കേപ്പബിലിറ്റീസ് ഒന്നുമില്ല, എക്യുപ്മെൻറ്റ്സ് ഒന്നുമില്ല അവിടെ. ഓക്കെ, അതിനുശേഷം 21-ന് സർജറി കഴിഞ്ഞതിന് ശേഷം 22nd സംവാട്ട് ഓക്കെ ആയിരുന്നു. 22nd മിഡ് നൈറ്റിൽ ഷീ വാസ് സ്റ്റാർട്ടഡ് പെയിൻ കംപ്ലയിൻറ്റ് ചെയ്തു പേഷ്യൻറ്റ് മിഡ് നൈറ്റിൽ. അത് ഈ ഡോക്ടർ അബ്ദുൽ വഹാബിൻ്റെ ട്രീറ്റ്മെൻറ്റ് സമ്മറിയിൽ എഴുതി വെച്ചിട്ടുണ്ട്. 23-ന് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് ബിന്ദുവിനെ എത്തിക്കുമ്പോഴേക്കും ആന്തരിക അവയവങ്ങൾക്കുൾപ്പെടെ അണുബാധയേറ്റ് ഗുരുതരാവസ്ഥയിലായിരുന്നു. 25-ന് മരണം സംഭവിച്ചു. ബിന്ദുവിൻ്റെ മകളുടെ പരാതിയിൽ മുനമ്പം പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. സംഭവത്തിൽ മുഖ്യമന്ത്രിക്കും ആരോഗ്യവകുപ്പ് മന്ത്രിക്കും ഉൾപ്പെടെ പരാതി നൽകാൻ ഒരുങ്ങുകയാണ് കുടുംബം. എന്നാൽ ആശുപത്രിയുടെ ഭാഗത്തു നിന്ന് എല്ലാ ചികിത്സയും നൽകിയിട്ടുണ്ടെന്നും പിഴവുകൾ ഇല്ലെന്നുമാണ് ആശുപത്രി ഉടമ ഡോക്ടർ അബ്ദുൽ വഹാബിന്റെ വിശദീകരണം. ന്യൂസ് 18 കൊച്ചി. ഇടവേള.